നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും പരിപൂർണമായി പാകപ്പെടുത്തിയെടുക്കാൻ നാം തയ്യാറാവും. നമുക്കറിയാം, റമദാനിന് മുന്നോടിയായി അല്ലാഹു 2 മാസങ്ങൾ നമുക്ക് നൽകി. ഒന്ന് പുണ്യമായ റജബാണ്, മറ്റൊന്ന് പവിത്രമായ ശഅബാനാണ്. റജബ് മുതൽക്കേ നമ്മൾ റമദാനിനെ തേടിക്കൊണ്ട് നിലകൊണ്ടവരാണ്. അല്ലാഹു റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് ഓരോരുത്തരും ദുആ ചെയ്തിട്ടാണ് റമദാനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഇപ്പൊ റമദാൻ നമ്മളുടെ മുന്നിലെത്തി, നമ്മുടെ പടിവാതിക്കലെത്തി. നമ്മൾ റമദാനിലാണ്. ആ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാനായിരിക്കും. 10-24 ദിവസങ്ങളായി നോമ്പ് നോറ്റുകൊണ്ട് നമ്മൾ നിലകൊള്ളാൻ 24ാമത്തെ നോമ്പാണ് ഇന്ന്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇതുവരെ നോറ്റുവീട്ടിയ നോമ്പുകളെയും കൊടുത്തു വീട്ടിയിട്ടുള്ള ദാനധർമ്മങ്ങളെയും സദഖകളെയും ഹദിയകളെയും അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുക. ക്ഷീണമുള്ളവരെന്ന് കൈവർത്തിക്കാൻ നോക്കട്ടെ. എത്ര പേരുണ്ട്? ആർക്കും ക്ഷീണമില്ല? ക്ഷീണമില്ലേ? ഒന്നും പറയുന്നില്ല. പറയുന്നത് തിരിയുന്നുണ്ടോ? പ്രസംഗം തിരിയുന്നുണ്ടോ? കാരണം ഓഡിറ്റോറിയം ആകുമ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാവും, ഒരു മുഴക്കം കൂടുതൽ വിഷയം ഉണ്ടാവും. ചുറ്റും കെട്ടിടങ്ങളായതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. ക്ലിയർ ചിലപ്പോൾ ഉണ്ടാവും. ക്ലിയർ ഉണ്ടോ? തിരിയുന്നുണ്ടോ? കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ബോക്സിന്റെ അടുത്തൊക്കെ ഇരിക്കുന്ന ഉമ്മമാര് ശ്രദ്ധിക്കണം. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ചെവി ചിലപ്പോൾ പ്രശ്നം. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മൂപ്പര് അമ്പലപ്പുഴക്കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്നു. നമ്മുടെ ഹാജിയാരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശറഫുദ്ദീൻ അള്ളാഹു ആഫിയത്തോടെ ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടണമെങ്കിൽ ആ ലൈലത്തുൽ ഖദ്റിന് വേണ്ടി നാം ഒരുങ്ങി തയ്യാറാവണം. എങ്ങനെയാണ് ഒരുങ്ങി തയ്യാറാവേണ്ടത്? നമ്മുടെ കൽബുകളെ, നമ്മുടെ ശരീരത്തെ എല്ലാം പരിപൂർണമായി അല്ലാഹുവിലേക്ക് സമർപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തുവല്ലോ, റജബുൽ ലിതത്ഹീരിൽ ബദൻ വശഅബാനുൽ ലിതത്ഹീരിൽ ഖൽബ് വറമദാനുൽ ലിതത്ഹീരിർ റൂഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ റജബ് മാസം ശരീരത്തെ സുടം ചെയ്യുന്നതായ മാസമാണ്. ശരീരത്തെ നന്നാക്കേണ്ട മാസമാണ്. ഓരോ മാസങ്ങളും ചെയ്തു വരേണ്ട അമലുകളുണ്ട്. അത് ചെയ്തെങ്കിലേ റമദാൻ ഉപകരിക്കും. റമദാനിലേക്ക് വരണമെങ്കിൽ റജബ് മുതൽക്ക് തുടങ്ങണം. റജബിൽ എങ്ങനെ ശരീരത്തെ നന്നാക്കണം? ശരീരത്തെ എങ്ങനെയാ നന്നാക്കേണ്ടത്? നല്ല ഭക്ഷണം കഴിച്ച് റമദാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക, അങ്ങനെയാണോ? അല്ല. മറിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി ഒഴിവായിരുന്ന് കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണാതെ, കാതുകൾ കൊണ്ട് ഹറാമ് കേൾക്കാതെ, കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിക്കാതെ, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടക്കാതെ, ശരീരം മുഴുവനും ഏകനാകുന്ന പടച്ചറപ്പിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചവനാകണം. റജബിൽ തന്നെ അവന് സംശുദ്ധവാനാകണം. റജബ് എന്ന് പറയുന്ന മാസം മുതൽക്കേ നമ്മൾ തുടങ്ങേണ്ടതാണ്. റജബുൽ ലിതത്ഹീരിൽ ബദൻ വശഅബാനുൽ ലിതത്ഹീരിൽ ഖൽബ്. ഹൃദയത്തെ ശുദ്ധീകരണം നടത്തേണ്ടതായ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ഹൃദയത്തെ നന്നാക്കേണ്ട മാസമായിരുന്നു ശഅബാൻ. ഞാൻ എന്തിനായിരുന്നു പറയുന്നത്? ഇതൊക്കെ ആ മാസങ്ങളിൽ ശ്രദ്ധിക്കാത്തവർ ഇനി ഈ കുറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ ഇതൊക്കെ റെഡിയാക്കണം.
ശരീരത്തെ നന്നാക്കണം. ശരീരം കൊണ്ട് ഒരു തെറ്റുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ശരീരം മുഴുവനും അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം, എങ്കിലും നമ്മൾ രക്ഷപ്പെടും. അങ്ങനെയാണ് ഔലിയാക്കൾ വിലായത്തിന്റെ തലം തീർത്തത്. അങ്ങനെയാണ് മഹാന്മാർ ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തിയത്. നമ്മളും എത്തണമെങ്കിൽ നമ്മളും തീർച്ചയായും ആ രീതി അവലംബിക്കണം. നമ്മുടെ ശരീരം അള്ളാഹുവിലേക്ക് പരിപൂർണമായി സമർപ്പിക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വറമദാനുൻ ലിതത്ഹീരിർ റൂഹ്. ആത്മാവിനെ ശുദ്ധീകരണം നടത്തേണ്ട മാസമാണ് റമദാൻ. ആത്മാവിനെ നന്നാക്കിയെടുക്കേണ്ട മാസമാണ് റമദാൻ. നോക്കൂ നിങ്ങൾ, എത്ര ക്ലിയർ ആണ്, എത്ര സിസ്റ്റമാണ്. റജബിലൂടെ ശരീരത്തെ നന്നാക്കി, ശരീരത്തെ മെരുക്കിയെടുത്ത് പാകപ്പെടുത്തി, ശഅബാൻ മാസത്തിലൂടെ അവന്റെ ഹൃദയം ശുദ്ധീകരണം ചെയ്ത് ഒരാളോടും വെറുപ്പില്ല. അയൽവാസികളോടില്ല, നാട്ടുകാരോടില്ല, കൂട്ടുകാരോടില്ല, ബന്ധുക്കളോടില്ല, ഒരാളോടും വെറുപ്പില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറി റമദാൻ വരുമ്പോ നോമ്പ് നോറ്റ് ആത്മാവിനെ കൂടി ശുദ്ധീകരണം നടത്തിയെങ്കിലേ റയ്യാൻ എന്ന കവാടം, സ്വർഗത്തിന്റെ കവാടം നിന്റെ മുന്നിൽ തുറക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് എവിടുന്നേ തുടങ്ങണം? യഥാർത്ഥത്തിൽ റജബ് മുതൽക്ക് തുടങ്ങണം. അല്ലാതെ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് എല്ലാം കൂടി പൊതിഞ്ഞു കിട്ടുമോ, ലൈലത്തുൽ ഖദർ പൊതിഞ്ഞു കിട്ടുന്ന സദസ്സാണ് എന്ന് കരുതരുത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടുന്ന് നമ്മൾ തുടങ്ങണം. ശരീരത്തെ ശുദ്ധം ചെയ്ത് ഹൃദയത്തെ നന്നാക്കി ആത്മാവിനെ നന്നാക്കേണ്ട മാസമാണ്. എങ്ങനെ? നോമ്പ് നോക്കാൻ. നോമ്പ് ഇതിനെല്ലാം ഉള്ളതാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അസ്സൗമു ജുന്നാ, അസ്സൗമു ജുന്നത്തുൻ. നോമ്പ് പരിചയാണ്, പരിചയാണ്. ജന്നത്തല്ല, ജന്നത്തുള്ള സ്വർഗ്ഗമാണ്. അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. പരിചയം എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകളെ തടുത്തു നിർത്താനുള്ള പരിചയാണ് നോമ്പ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ തെറ്റുകളിലും ഒഴിയാനുള്ള ഏറ്റവും വലിയ അവസരം. കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ശരീരം കൊണ്ട് ഒരു നിരക്കുമുള്ള ഹറാമ് ചെയ്യാൻ നമുക്ക് പറ്റൂല. എല്ലാത്തിലും തടയിടപ്പെടുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകണം. കാരണം കണ്ണുകൾ കൊണ്ട് തെറ്റ് കണ്ടാൽ നോമ്പ് പോയി. പല ആളുകളും നോമ്പ് നോൽക്കുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും അടക്കം മൊബൈൽ ഫോണിലൂടെ അശ്ലീലത കണ്ടുകൊണ്ട് സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നോമ്പ് നോൽക്കുന്നവരുണ്ട്. എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഒരാള് നന്നാവണമെങ്കിൽ മൊബൈലിന്റെ ദുരുപയോഗം ഇല്ലാതിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്നും ഇല്ല എങ്കിൽ ആള് രക്ഷപ്പെടും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നാളൊക്കെ അല്ലാഹു അത്തരത്തിലുള്ള സാലിഹ്യങ്ങൾ നമ്മളെ ചെറുക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കി ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളെ ദുരുപയോഗം ചെയ്ത് ഹറാമായ തരത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, അവയവങ്ങൾ കൊണ്ടുപോകുന്നവർ മനസ്സിലാക്കിക്കോ, ദുനിയാവും നഷ്ടമാണ്, ആഖിറവും നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈ ചെയ്തു പോയിട്ടുള്ളതാകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും പൊറുപ്പിച്ചെടുക്കേണ്ട മാസമാണ് ഈ മാസം. അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ മാസത്തെ അല്ലാഹു മൂന്നായി ഡിവൈഡ് ചെയ്തത്. ഒന്നാമത്തെ 10 കാരുണ്യത്തിന്റെ 10, 2 പാപമോചനത്തിന്റേത്, മൂന്നാമത്തത് നരകീയ മോചനത്തിന്റേത്. ഒന്നാമത്തെ 10ലൂടെ ജനങ്ങൾക്ക് കരുണ ചൊരിഞ്ഞവന് അല്ലാഹു കരുണ ചൊരിയും. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചൊരിയും. അതുകൊണ്ടാണല്ലോ നോമ്പ് തുറ വിഭവങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകി ആളുകളെ നോമ്പ് തുറപ്പിക്കും. വലിയ പുലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ ഫത്തറ സായിമാ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി വഇത്ഖി റഖബതിഹി മിനന്നാർ. നരകീയ മോചനത്തിന്റെ 10ൽ നരകീയ മോചനം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനത്തേ, നിനക്ക് പറ്റുന്ന ഏറ്റവും മനോഹരമായ അമൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും നോമ്പുകാരൻ നീ നോമ്പ് തുറപ്പിച്ചാൽ, മുസ്ലിമായ ഒരു സാധുവായ മനുഷ്യനെ നീ നോമ്പ് തുറപ്പിച്ചോ, പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, മൻ ഫത്തറ സായിമാ, ഏത് വ്യക്തിയെ നീ നോമ്പ് തുറപ്പിച്ചാലും കാന മഗ്ഫിറതൻ ലിദുനൂബിഹി, അവന്റെ പാപമോചനത്തിനത് കാരണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപമോചനം ലഭ്യമാണ്, തീർന്നില്ല. വഇത്ഖി റഖബതിഹി മിനന്നാർ, നരകീയ മോചനം അല്ലാഹു നൽകുമേ. അവന്റെ പിരടിയെ അഥവാ അവനെ അല്ലാഹു നരകത്തെ തൊട്ട് സംരക്ഷിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ ഇയാൾ ചെയ്തത്? കാരുണ്യത്തിന്റെ 10ൽ ചെയ്യേണ്ട ഒരു അമൽ അയാൾ തുറത്തി. എന്താ ചെയ്തത്? നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചു. അപ്പൊ രണ്ടാമത്തെ 10ൽ അള്ളാഹു വെച്ചിരിക്കുന്നതും മൂന്നാമത്തെ 10ൽ അള്ളാഹു വെച്ചിരിക്കുന്നതാകുന്ന 2 കാര്യങ്ങളും അള്ളാഹു അങ്ങോട്ട് കൊടുക്കണം.
നോമ്പുകാരുടെ നോമ്പ് തുറപ്പിച്ചപ്പോ രണ്ടാമത്തെ പത്തിൽ അള്ളാഹു ഓഫർ കൊടുത്തതായത് പാപമോചനം, അത് കൊടുത്തു. മൂന്നാമത്തെ പത്തിൽ അള്ളാഹു ഓഫർ വെച്ചതാണ് നരകീയ മോചനം, അത് കൊടുത്തു. ഒരു ചെറിയ കാരക്ക പള്ളികളിൽ കൊണ്ട് കൊടുത്താൽ മതി, ഒരു ചെറിയൊരു ബോക്സ്. എന്താ അതിന് ചെലവാകുക? 3 കിലോയുടെ ബോക്സിന് എത്രയുണ്ട്? 1000 രൂപ അല്ലെങ്കിൽ പല ക്വാളിറ്റിയിലുള്ള. ഏതായാലും ഒരു 1000 രൂപയ്ക്ക് ഒരു 3 കിലോയുടെ കൊണ്ട് ഒരു ചെറിയ തൈക്കാവി കൊണ്ടുവന്ന് കൊടുത്തു. ആളുകൾ അവിടെ നോമ്പ് തുറന്നു. ആ കാരക്കയുടെ ചീറുകൊണ്ട് നമുക്ക് കിട്ടുന്ന കൂലി ഇപ്പൊ പറഞ്ഞത് നരകീയ മോചനവും കിട്ടി, പാപമോചനവും കിട്ടി. ഇതിനാണല്ലോ ഈ കടന്നു കൊടുക്കുന്നത്. നോമ്പുകാരൻ നോമ്പുറപ്പിച്ചാൽ കിട്ടുന്ന കൂലിയാണ്, അല്ലാതെ പതിയച്ചന്നെ കൊടുക്കണമെന്നില്ല. മനസ്സിലാക്കണം. അത് കൊടുത്താൽ അതിന് മറ്റൊരു കൂലിയാണ്. വയറ് നിറപ്പിക്കാന്ന് പറയും. നോമ്പുകാരെ വയറ് നിറപ്പിക്കൽ സുന്നത്ത്. പക്ഷെ നോമ്പ് പിടിച്ചവൻ എന്ത് ചെയ്യണം? ഒരുപാട് കുത്തി നിറയ്ക്കാതിരിക്കാൻ അവൻ പരിശ്രമിക്കണം. നമ്മൾ ചെയ്യേണ്ട കൂലി അങ്ങോട്ട് കൊടുക്കുക, അയാളെ നോമ്പ് നിറപ്പിക്കുക, ആവശ്യം പോലെ കൊടുക്കുക, റാഹത്തായിട്ട് കഴിക്കാൻ പറയുക, ധൈര്യമായിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞ് നല്ല റാഹത്തായിട്ട് ഭക്ഷണം കൊടുക്കുക. അത് പ്രത്യേക സുന്നത്താണ്. നോമ്പുകാരെ വയറ് നിറപ്പിക്കൽ സുന്നത്തുണ്ട്. പക്ഷെ നോമ്പുകാരൻ വയറ് നിറയാതെ ഗൗനിക്കണം. ആവശ്യമില്ലാതെ കൂടുതൽ കഴിച്ചാൽ എന്റെ ഇബാദത്തിന് കൂട്ടം വരും എന്ന് കരുതി അവർ ശ്രദ്ധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മാസത്തിൽ ഒരു കഷ്ണം ഇറച്ചിയാണ് കഴിക്കാറ്. മാസത്തിൽ ഒരു കഷ്ണം ഇറച്ചി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ കൂട്ടുകാരനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെയായിരുന്നു പതിവാക്കിയിരുന്നത്. മാസത്തിൽ ഒരു കഷ്ണം ഇറച്ചി. നമ്മളോ ഇന്നിപ്പോ വീട്ടിൽ കുക്കറിൽ ഇട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ മട്ടൻ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ശനി ഞായർ നല്ല ബീഫ് കിട്ടും. ഇന്ന സ്ഥലത്ത് ഹരിതാപ്പള്ളിക്കാർക്ക് അറിയാം എവിടെയാണ് നല്ല സൂപ്പർ പോത്ത് കിട്ടണമെങ്കിൽ ഇന്നടുത്ത് പോകണമെന്ന് പറയാം. അതിനൊരു 10 കിലോമീറ്റർ വണ്ടി എടുത്ത് പോയാലും കുഴപ്പമില്ല. റാഹത്തായി അത് വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിരിക്കാൻ ശനി ഞായറൊക്കെ കയറും. ഇത് ചിലപ്പോൾ ഒരു 5 കിലോ കൂടുതൽ വാങ്ങിച്ച് എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ സിസ്റ്റം ചെയ്യാം. ചിക്കനും ഒക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇറച്ചി മാത്രം കഴിച്ചിട്ട് നോമ്പ് തുറക്കുന്ന ആളുകൾ നമ്മുടെ കോമുണ്ട്. പറഞ്ഞ എല്ലാ ദിവസവും പത്തിരി. അങ്ങനെ കഴിച്ച് നോമ്പ് തുറക്കുന്ന ആളുകൾ നമ്മുടെ കോമുണ്ട്. ആലോചിച്ച് നോക്കി നിബിധങ്ങൾ പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കൂട്ടുകാരാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിലായി മാംസാഹാരം കഴിച്ചിരുന്നു. മാംസം കഴിക്കണം എന്ന് പറഞ്ഞാൽ മാംസത്തിന്റെ ആളുകളായി ജീവിക്കണം എന്നല്ല, അങ്ങനെ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോ ബീഫിന്റെ ആളുകളാണ് ഈ ഉമ്മത്ത് എന്ന നിലക്കാണ് ലോക സംസാരം. കാരണം എന്താ? നമ്മുടെ തീറ്റി കൂടി അങ്ങനെയാണ്. നോമ്പ് വരുമ്പോ തന്നെ ചാനലുകളിലും മൊബൈൽ എടുത്താൽ യൂട്യൂബുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഡോക്ടർമാർ, അന്യ സമുദായത്തിൽപ്പെട്ടവർ, ഈ ഉമ്മത്തിൽപ്പെട്ടവർക്ക് ക്ലാസ് എടുക്കാൻ. മുസ്ലിമീങ്ങൾ എങ്ങനെ നോമ്പ് നോറ്റാൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാം. ആരെ പറഞ്ഞ മറ്റു മതത്തിൽപ്പെട്ടവർ അവരുടെ ക്ലാസ് കേട്ട് പഠിക്കേണ്ട ഗതികളിലേക്ക് ഉമ്മത്ത് പോയി. കാരണം എന്താ? അത്ര ദൂരത്താണ് നമ്മൾ ഭക്ഷണം. അല്ലാഹു സാരികൾ ചേർക്കട്ടെ, വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പള്ളികളിൽ നിന്ന് കിട്ടുന്നതാകുന്ന വിഭവങ്ങൾ മാത്രമല്ല, അല്ലാതെ ഇന്നിപ്പോ മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ ഇപ്പൊ ഇരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ മൊബൈൽ സെർച്ച് ചെയ്താൽ മതി. ചോറുള്ള പള്ളി അടിച്ചു കൊടുക്കണം. വെറുതെ പറയാം, സമയം വിട്ട് വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോലും അടിച്ചേക്കാം. എന്താ അടിക്കേണ്ടത്? ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. എങ്ങനെ? ചോറുള്ള പള്ളിയിൽ അടിച്ചാൽ നേരെ ചെല്ലുന്നത് ഒരു വെബ്സൈറ്റിലേക്ക്. ഒരു വെബ്സൈറ്റ് തുടങ്ങിയിരിക്കാൻ ഞാൻ വെറുതെ പറയുന്നത്. ഒരു സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കണം, പൈസ കൊടുത്തിട്ട് ഒരു സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കണം. ആ സൈറ്റിൽ നിങ്ങൾ കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. കൊല്ലം ജില്ലയിൽ ഇന്ന് ഫുഡ് കിട്ടുന്ന, ഈ ശനിയാഴ്ച ദിവസം ഫുഡ് കിട്ടുന്ന പള്ളിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ലിസ്റ്റ് വരും. ഫുഡുള്ള സ്ഥലം വെളുത്തമടലിൽ ഇന്ന ഫുഡുണ്ട്. വെളുത്തമടലിലെ കമ്മിറ്റിക്കാരും പോലും പറഞ്ഞിട്ടുണ്ടാവൂല ഇന്ന് പത്തിരി ഇറച്ചിയിരിക്കുന്നു. പക്ഷെ എവിടെ വന്നിട്ടുണ്ട്? സൈറ്റിൽ അപ്ലോഡ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ അത്ര അപ്ഡേറ്റ് ആണ്. കുട്ടികൾ കൂടി നടക്കേണ്ട എല്ലാം തിരക്കി അന്വേഷിച്ച് പത്തിരി ഇറച്ചി കറിയുണ്ട്, കഞ്ഞിയും പയറുകാണ്, അവിടെ ഇടിയപ്പി ഇറച്ചി കറിയാണ്, എറണാകുളത്ത് ഇന്ന പള്ളിയിലുണ്ട്, ഇന്നടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ആകുന്ന യൂട്യൂബിന്റെ ബ്ലോഗർമാരും മുഴുവനും വണ്ടി എടുത്തിട്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ. എല്ലാ ദിവസവും അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓരോ സ്ഥലത്ത് ചോറുള്ള പള്ളി അന്വേഷിക്കാൻ. ഞാൻ വെറുതെ പറയല്ലേ, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ നിങ്ങൾക്ക് ചോറുള്ള പള്ളി. കഴിഞ്ഞ നോമ്പ് 1 മുതൽക്ക് 24 വരെ ബ്ലോഗർമാർ പോയി കഴിച്ച പള്ളികൾ നമ്മുടെ കേരളത്തിലെ ഫുഡുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കാം. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഇന്ന് വരെ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ച് ഖത്മ് തീർക്കുന്ന പള്ളികൾ എന്ന് പറഞ്ഞൊരു സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്? നല്ല ഖിറാഅത്തുള്ള പള്ളികൾ എന്ന് പറഞ്ഞ് തറാവീഹ് 20 റക്അത്ത് പോയി നിസ്കരിച്ചിട്ട് ഒരു യൂട്യൂബർമാർ പോയി നമസ്കരിച്ചിട്ട് മാഷാ അല്ലാഹ് ഇവിടുത്തെ ഉസ്താദിന്റെ ഖിറാഅത്ത് നല്ല റാഹത്താണ്, നല്ലതാകുന്ന രീതിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും എവിടെയെങ്കിലും വ്ലോഗ് ചെയ്ത ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതില്ല. ഫുഡാണ് മികച്ച് കാണിക്കുന്നത്. നോമ്പ് എന്ന് പറയുന്നത് ഫുഡിനെ ഒഴിവാക്കല. പക്ഷെ നമ്മുടെ ജീവിതം നോക്കുമ്പോഴോ ഫുഡ് ചേർത്ത് വെക്കുക. നമ്മളെല്ലാം അങ്ങനെയാണല്ലോ. നല്ല പത്തിരി അച്ചിക്കലും കിട്ടുമെന്ന് കണ്ടാൽ ഏത് സദസ്സിനും ആളും. അല്ലാഹു നമ്മളെ സാരികൾ ചേർക്കട്ടെ.
അങ്ങനെയാണല്ലോ ഏത് സദസ്സിലേക്കും പള്ളികളിലേക്ക് ആൾ വരുത്തുമെങ്കിൽ എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. നല്ല ഭക്ഷണം ഉണ്ടാവും, അല്ലെങ്കിൽ നോട്ടീസിന്റെ അവസാനത്തിൽ അന്നദാനം ഉണ്ടായിരിക്കും എന്ന് കൊടുത്താൽ ഇത് അങ്ങനെയായി മാറി. അതല്ലാതെ വന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ സദസ്സിൽ മാത്രമേ അല്ലാഹു കബൂലാകും. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നുണ്ട് ചില പെണ്ണുങ്ങൾ ഫുള്ള് കളിക്കും, അവരെല്ലാം പള്ളിയിൽ പോയിരിക്കേണ്ടി വരും. ഞാൻ കുറെ നാളായാലും ഈ ഭാഗത്ത് ക്ലാസ് നടന്നിട്ടുണ്ട്, ഈ വർഷം തുടങ്ങും എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുതായിട്ട് വെച്ചത്. അല്ലാഹു നമ്മളെ സാന്നിധ്യങ്ങളെ ചേർക്കുമാറാവട്ടെ. ഇതൊരു ദുആഇന്റെ സദസ്സാണ്. ഒരുപാട് പ്രഭാഷണം നടത്തുക എന്നുള്ളതിലുപരി അവസാനത്തെ പത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്ത് പിരിയുക, അതിനപ്പുറം മറ്റൊന്നുമില്ല. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു വെബ്സൈറ്റ് തുടങ്ങുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറി എന്നുള്ളതാണ്. ഭക്ഷണം കിട്ടുന്നതാകുന്ന സ്ഥലങ്ങൾ മുഴുവനും ജനങ്ങൾക്ക് മുന്നിൽ അടയാളപ്പെടുത്തി കൊടുത്ത് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഉമ്മത്തായി ഉമ്മത്ത് മാറിയിരിക്കുന്നു. ഒരു പള്ളി അങ്ങനെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഇന്നത്തെ ജനം മനസ്സിലാക്കുക. അവിടെ 30 ദിവസം നോമ്പ് തുറയുണ്ടെങ്കിൽ പറയും മാഷാ അല്ലാഹ് സൂപ്പർ പള്ളിയാണ്, അവിടെ നല്ല പ്രവർത്തനമാണ്, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എല്ലാവർക്കും മെച്ചോറിറ്റി ആയിട്ട് കണക്കാക്കുക. അല്ലാതെ അവിടെ 10 പേരിരുന്ന് ഖുർആൻ ഓതുന്നതോ ആ പള്ളിയുടെ അകത്തളത്തിൽ നമസ്കാരങ്ങൾ കൊണ്ട് ഹയാത്താക്കുന്നതോ ഇതൊന്നും ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല. ഖുർആൻ തന്നെ ഓതിയിട്ട് അവിടെ എത്തി ഖത്മ തീർത്ത ആളുകൾ എത്ര പേരുണ്ട്? ഞാൻ കൈ ഉയർത്താൻ പറയുന്നില്ല, ചിന്തിക്ക്. റമദാൻ തീരാറായി, ഓരോരുത്തരും ചിന്തിക്ക്. ഖുർആനൊന്നും കൈകൊണ്ട് തുറക്കാത്ത എടുക്കാത്ത ആളുകൾ വരെ ഈ സദസ്സിലുണ്ട്. നാളെ നോക്കാം, അടുത്ത ദിവസം നോക്കാന്ന് പറഞ്ഞ് റമദാൻ പെട്ടെന്നാണ് തീർന്നത്. പല ആളുകളും നേരിട്ട് കാണുമ്പോൾ എല്ലാവരും പറയുന്നത് അവസാനം രണ്ടാമത്തെ 10 പോലും അറിഞ്ഞില്ല. അതിലേറെ സ്പീഡായിരിക്കും മൂന്നാമത്തെ 10. പെട്ടെന്നല്ലേ ഇപ്പൊ 4 നോമ്പ് കഴിഞ്ഞില്ലേ? ഇനി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പർച്ചേസിംഗിന്റെ ലോകത്തേക്ക് തിരിയാണ്. ഇനിയിപ്പോ നമ്മൾ പോയിട്ട് കടകളിൽ പോയി പർച്ചേസിംഗ് സാധനങ്ങൾ വാങ്ങുന്നു, ഓടുന്നു. കഴിഞ്ഞു റമദാനിലെ അവസാനത്തെ 10 അങ്ങനെയാണല്ലോ. പെരുന്നാളിന് വേണ്ടി ഓടുക. തലേനായി കഴിയുമ്പോൾ പിന്നെ ഇറച്ചി കച്ചവടക്കാർ തന്നെ തീരുമാനിക്കുക എന്നാണ് പെരുന്നാളെന്ന്. ഒരു നേരത്തെ 2 തൂക്കിയിട്ട എല്ലാം വാങ്ങിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ. ഈ റമദാനും കഴിച്ചു ഒന്നും പോരാ, പിന്നെ പെരുന്നാളിന് പിന്നെയും ഭയങ്കര വിഭവസമൃദ്ധമായി കഴിക്കാം. എവിടെയാണ് നമ്മുടെ ഉമ്മത്ത്? അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധ്യാപനം നമ്മൾ കൊണ്ടുവരണം. മാസത്തിൽ ഒരു ദിവസം മാത്രമായിരുന്നു മാംസാഹാരം കഴിച്ചിരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ശരീരം കേടുപാടില്ലാതെ മുന്നോട്ട് പോകും. ഇന്നിപ്പോ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും എന്റെ അടക്കം രക്തം പരിശോധിച്ചാൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പലജാതി നമുക്കൊക്കെ ഓരോരുത്തരും. കാരണം എന്താ? ഭക്ഷണത്തിൻ്റെതായ പ്രശ്നം. ഈ റമദാൻ മുഴുവൻ കഴിഞ്ഞാൽ പോലും 1 കിലോ കൂടിയതല്ലാതെ കുറയാൻ ചാൻസ് ഇല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയാണ് നമ്മുടെ പോക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നല്ലതുപോലെ ഭക്ഷണത്തിലൊന്ന് ക്രമം വെച്ച് റമദാൻ കഴിഞ്ഞാൽ പോലും അയ്യാമുൽ ബീദ് വെളുത്തവാവിന്റെ ദിവസങ്ങൾ അഥവാ അറബി മാസം 13, 14, 15 അയ്യാമുൽ സൂദ് കറുത്ത വാവിന്റെ ദിനങ്ങൾ അഥവാ 27, 28, 29 അറബി മാസം. അതുപോലെ എല്ലാ തിങ്കളും വ്യാഴവും ഇങ്ങനെ നോമ്പ് നോറ്റാൽ ഏകദേശം 10 ദിവസത്തോളം മുകളിലായി നോമ്പ്. അപ്പൊ തന്നെ ശരീരം കറക്റ്റ്. ഒന്നും പേടിക്കണ്ട, ഒരു അസുഖം ഉണ്ടാവില്ല. ഇതൊക്കെ ആരോഗ്യമുള്ള സമയത്ത് പറ്റുള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ 19 വർഷം കഴിഞ്ഞതിന് ശേഷം പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടി പലജാതി അസുഖങ്ങൾ വന്നതിന് ശേഷം റമദാനിലെ നോമ്പിനും ഒരു ക്ഷീണമായി അല്ലാഹു നമുക്ക് പരിപൂർണമായ ആഫിയത്ത് നസീബാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവതികൾ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താൻ റമദാൻ കഴിഞ്ഞാൽ വിടുവരുത്. റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസം മുതൽക്ക് 6 ദിവസം നോമ്പ് സുന്നത്തുണ്ട്, ശക്തിമത്തായ സുന്നത്താണ്. ഏതാണത്? ചൊവ്വാലിന്റെ 6 നോമ്പ്. നമ്മുടെ കൂട്ടത്തിൽ ഖേദകരമെന്ന് പറയട്ടെ 95% മോമിനീങ്ങളും ഒഴിവാക്കുന്ന നോമ്പാണ് ചൊവ്വാലിന്റെ നോമ്പ്. എന്നാൽ മറ്റുള്ള നോമ്പുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് ഏത്? ചൊവ്വാലിന്റെ 6. ശക്തിമത്തായ സുന്നത്ത്. ഒഴിച്ചുവിടാൻ പറ്റില്ല. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു പക്ഷേ ഈ വരുന്നതാകുന്ന വെള്ളിയാഴ്ച ആകാം നമുക്ക് പെരുന്നാൾ. വ്യാഴാഴ്ച പിറ കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് ശനിയാഴ്ച. അങ്ങനെ വെള്ളിയാഴ്ച പെരുന്നാളായ പെരുന്നാളിന്റെ ദിവസം അന്നത്തെ ദിവസം നോമ്പ് പിടിക്കാൻ പാടില്ല, ഹറാമാണ്. നോമ്പ് പിടിക്കൽ ഹറാമായ ദിവസങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഏത്? വലിയ പെരുന്നാളിന്റെ സുദിനം, ചെറിയ പെരുന്നാളിന്റെ സുദിനം, അതേപോലെ അയ്യാമത്തെ ശരീരത്തിന്റെ ദിനം എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാളിനോട് ചേർന്ന് നിൽക്കുന്നതാകുന്ന 3 ദിവസങ്ങൾ. അറബി മാസം 13, 14, 15 കൃത്യമായി നോമ്പ് നിൽക്കാൻ പാടില്ലാത്തതാകുന്ന ദിവസങ്ങളാണ്. അഥവാ 11, 12, 13. ഏതാണത്? ദുൽഹിജ്ജയുടേതാകുന്ന 11, 12, 13 അയ്യാമുൽ തശ്രീഖിന്റെ ദിവസം. ആ ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ പാടില്ല. ആ ദിവസം
ദിവസങ്ങളിൽ അയ്യാമുൽ ബീദ് വന്നാൽ പോലും നോമ്പ് നോക്കാൻ പാടില്ല. മനസ്സിലായില്ല? സാധാരണ അറബി മാസം എന്നുണ്ട് 13, 14, 15 നോമ്പ് സുന്നത്തുണ്ട്. പക്ഷെ ഈ 13 എന്തിൽ പെട്ടു? ദുൽഹിജ്ജത്തിന്റെ 13 അയ്യാമുൽ തശ്രീഖിൽ പെട്ടതാണ്. 11, 12, 13 ആ 13 അത് പാടില്ല. ഞാൻ അയ്യാമുൽ ബീദിന്റെ നോമ്പ് എല്ലാ മാസവും നോമ്പ് നോക്കലാണ്, അതുകൊണ്ട് ഞാൻ കുടിക്കാമെന്ന് പറയാൻ പറ്റില്ല. അയ്യാമുൽ തശ്രീഖിന്റെ ദിവസമായതുകൊണ്ട് വലിയ പെരുന്നാളിനോട് ചേർന്ന് നിൽക്കുന്ന ആ 3 ദിവസങ്ങളിൽ പെട്ടതായതുകൊണ്ട് ആ ദിവസം നോമ്പ് പിടിക്കൽ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പ് നോക്കാം. എല്ലാ ദിവസവും നോമ്പ് നോക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. എല്ലാ ദിവസവും നോമ്പ് നോറ്റതാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് വരെ അല്ലാഹു പറഞ്ഞു അങ്ങനെ പിടിക്കരുത്, ഒറ്റ വ്യക്തിയായിട്ട് പിടിച്ചോ, ഇടവിട്ടോട് പിടിച്ചോ. ദാവൂദ് നബി അലൈഹിസ്സലാം ആ ശീലം തുടർത്തി വന്നു. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് പിടിക്കണേ. ഒരു ദിവസം നോമ്പ്, അടുത്ത ദിവസം ഓഫ്, അടുത്ത ദിവസം ഓണാകും, അടുത്ത ദിവസം ഓഫ്. അങ്ങനെ നിങ്ങൾ നോമ്പ് നോക്കണേ. നോമ്പ് നോക്കാൻ കഴിയുന്നവരാണെങ്കിൽ, അല്ലാത്തവരുടെ നിർബന്ധമില്ല. നിർബന്ധമായ നോമ്പ് ഈ റമദാനിന്റെ നോമ്പ് മാത്രമാണ്. അതാർക്കും ഒഴിച്ചുവിടാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമ്മൾ പറയും എല്ലാവരും നോമ്പ് നോക്കുന്നുണ്ടോ? ഒന്നുമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ട നമ്മൾ തന്നെ ഞെട്ടിപ്പോവാണ്. കാരണം ചെറുപ്പക്കാരായ കൂട്ടുകാർ ചെയ്യുന്നതാകുന്ന അക്രമങ്ങൾ ഷൂട്ട് ചെയ്യാൻ സ്വന്തം കൂട്ടുകാരൻ അവര് നോന്നു എന്ന് പരസ്യമായി പറഞ്ഞ് നടക്കുന്ന കൂട്ടുകാർക്കിടയിൽ നിൽക്കുന്ന ഇടയ്ക്ക് അവരിൽ ലീവ് വാങ്ങി പതുക്കെ പോവാണ്. അപ്പൊ ഇവര് തന്നെ ഒളിച്ചു പാത്തിട്ട് ഇവന്മാർ എങ്ങോട്ടും ഷൂട്ട് ചെയ്യാം. മൊബൈൽ സൂം ചെയ്ത് നോക്കുമ്പോൾ തൊട്ടടുത്തതാകുന്ന കടയിൽ കയറി അവിടുന്ന് സ്പ്രൈറ്റും അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി പതുക്കെ ഒരു സ്കൂട്ടറിനകത്ത് ഒളിപ്പിച്ച് വെച്ച് ഇവർ രണ്ടുപേരും പതുക്കെ ഒരു തോട്ടത്തിനുള്ളിൽ കയറി വാഴത്തോട്ടത്തിനുള്ളിൽ വിളിച്ചിരുന്നിട്ട് കഴിക്കുക. 25-28 വയസ്സുള്ള ചെറുപ്പക്കാര്. അപ്പൊ ഉമാര് പുറകെ ചെന്നിട്ട് ക്യാമറ കള്ളന്മാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൗമിന്റെ അവസ്ഥയിലേക്ക് എത്ര ആരോഗ്യമുള്ളവർ. കാരണം ഇവർക്ക് കടയിൽ പോയി ഹോട്ടലിൽ പോയി പൊറോട്ട ഇറച്ചിയോ പരസ്യമായിട്ട് ബിരിയാണി കഴിക്കാൻ പറ്റൂല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പതുക്കെ വീട്ടിലേക്ക് നോമ്പ് തുറക്കി വാങ്ങുന്ന പോലെ ബ്രെഡ് സ്പ്രൈറ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് പോകാൻ. എന്തിനാണ് ബ്രെഡ് വൈകിട്ട് നല്ല കട്ടയിൽ ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ മതി. സ്പ്രൈറ്റ് വൈകിട്ട് വാങ്ങാൻ വാങ്ങിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇവര് പതുക്കെ നേരെ പോയിട്ട് റാഹത്തായിട്ട് ഏതെങ്കിലും തോട്ടത്തിനുള്ളിൽ കയറി ഇരുന്നിട്ട് പരസ്യമായി നോമ്പില്ലാതെ ഇടയ്ക്ക് ആഹാരം കഴിക്കുക. എന്തായാലും ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന പ്രവണത ഒഴിവാക്കി കുറച്ചു നേരം ഒന്ന് പിടിച്ചു നിന്നാൽ തന്നെ റാഹത്തായിട്ട് തൗഫീഖ് നൽകട്ടെ. നോമ്പ് എന്ന് പറയുന്നത് കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കാനല്ല എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കുക. നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മുഴുവൻ നോമ്പുണ്ടെങ്കിലേ നോമ്പാവുള്ളൂ. നമ്മൾ ഇത്രയും കാലം പിടിച്ചതുപോലെ ഒരു നോമ്പല്ല ഞാൻ ഇന്ന് പറയുന്നത്. 3 രീതിയിലുള്ള നോമ്പുണ്ട്. ഉലമാക്കൾ പറയുന്നു. സൗമുൽ ഉമൂമുണ്ട്, പൊതുജനങ്ങളുടെ നോമ്പ്, സാധാരണക്കാരുടെ നോമ്പ്. രണ്ടാമത്തത് സൗമുൽ ഖുസൂസ് ഉണ്ട്, പ്രത്യേകക്കാരുടെ നോമ്പ്, അല്പം കാറ്റഗറി കൂടിയിട്ടുള്ള ആളുകൾ, ഔലിയാക്കളുടെ നോമ്പ്. സൗമുൽ ഖുസൂസ് ഉണ്ട്, അംബിയാ മുസ്ലിങ്ങളുടെ നോമ്പ്. ഇതിൽ ഒന്നാം കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അഥവാ സൗമുൽ ഉമൂം എന്ന് പറയുന്ന ഏറ്റവും താഴത്തെ തട്ടിലുള്ള ആളുകൾ, സൗമുൽ ഉമൂം സാധാരണക്കാർ, അവരുടെ നോമ്പ് എങ്ങനെയാ? അവർ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. കേവലം വയറിന് മാത്രം വിശപ്പ് കൊടുക്കുക, ബാക്കി എല്ലാത്തിനും സന്തോഷം കൊടുക്കുക. കാരണം ഇന്ന് കാണുന്നത് അതാണ്. നമ്മൾ മൊബൈൽ ഫേസ്ബുക്കിൽ ഇരുന്ന് ഫുൾ ഇപ്പൊ ഇന്ന് വാതിന് വന്നില്ലെങ്കിൽ ശനിയാഴ്ച ഫ്രീ ആണെങ്കിൽ എന്താ ചെയ്യാം? ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ ഓരോ നോക്കിക്കൊണ്ടിരിക്കും, യൂട്യൂബിൽ ഓരോ നോക്കുക. അപ്പൊ ഇങ്ങനെ കാണുകയാണ് വാർത്തയിൽ അതും ഇതൊക്കെ വരുന്നതൊക്കെ നമ്മൾ കണ്ട് നമ്മുടെ കണ്ണുകളെ ഹറാമായ തലത്തിലേക്ക് പോകും. കുറെ നേരം കഴിയുമ്പോൾ ഉറക്കം വരും. അപ്പൊ അതൊക്കെ ഹെഡ്സെറ്റ് വെച്ച് കണക്ട് ചെയ്തിട്ട് കുറച്ച് പാട്ട് കേട്ടോണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. നോമ്പാണ്. വൈകിട്ട് റാഹത്തായിട്ട് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ എഴുന്നേറ്റ് റാഹത്തായി നോമ്പ് തുറക്കും. നോമ്പേ അല്ല, നോമ്പിന്റെ യാതൊരു പ്രതിഫലവും കിട്ടുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബാ. ആരെങ്കിലും മോശപ്പെട്ടതാകുന്ന വാക്കുകളും മോശപ്പെട്ടതാകുന്ന പ്രവണതകളും ഈ തന്റെ നോമ്പിന്റെ സമയത്ത് ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ആ നോമ്പ് കൊണ്ട് യാതൊരുവിധ പ്രതിഫലവും അവന് ലഭിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്. ഇന്നത്തെ തലമുറയിൽ പരിശുദ്ധമാകപ്പെട്ട ദീനനുസരിച്ചുകൊണ്ട് നോമ്പുകളെ ശ്രദ്ധിക്കുന്നവർ എത്ര പേരാണ്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടുള്ള മനുഷ്യമാനവാ ഈ റമളാൻ വിട പറയുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. ഉത്ലുബ മതാബൻ ബിന്നദാമതി മുഖലിആ വബിഅസബി തർകി الذنب فيما استقبلا وبراءة
من كل حق الآدمي ولهذه الأركان فرعا وكملا. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമികൾ ലോകത്തോട് ഉണർത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ഖേദത്തോടുകൂടി ദുഃഖത്തോടുകൂടി പടച്ച റബ്ബിലേക്ക് മടങ്ങണേ. അതാണ് യഥാർത്ഥമാകുന്ന തൗബ. കാട്ടിക്കൂട്ടൽ തൗബയല്ല, തൗബയല്ല. അതിന്റെ നിബന്ധനകൾ നമുക്കൊക്കെ അറിയാം. ഏതാനും വർഷത്തിലൊന്ന് ഉണർത്തൽ അത് പ്രത്യേകം നല്ലതാണ്. ഒന്ന്, ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്തുകൊണ്ടുള്ള ഖേദമാണ്. ഇന്ന് ഉമ്മത്തിൽ ഇല്ലാതെ പോയതും അതാണ്. നമ്മളൊക്കെ തെറ്റുകളെ നിസ്സാരമായി കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹത ജബലിൻ. നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുഅ്മിനായ മനുഷ്യൻ അവൻ തെറ്റുകളെ കാണുന്നത് അവൻ ഒരു വലിയതാകുന്ന പാറയുടെ ചുവട്ടിലിരിക്കുകയാണ്. യഖാഫു അയ്യക അലൈഹി, ആ വലിയ പാറ ഏത് നിമിഷം തന്റെ തലയിലേക്ക് വീഴാം. ഏത് നിമിഷം വേണമെങ്കിലും തലയിലേക്ക് വീഴാം. ആ നിലയിൽ തന്റെ തലയ്ക്ക് മീതെ വലിയൊരു പാറ നിൽക്കുന്നതായിട്ടാണ് മുസ്ലിമായ മനുഷ്യൻ തെറ്റിനെ കാണുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു വലിയ പാറയുടെ ചുവട്ടിൽ വന്നിരിക്കുന്ന മനുഷ്യൻ ഈ പാറ ഇങ്ങനെ ഇളക്കി നിൽക്കുക. എപ്പോ വേണമെങ്കിലും വീണാലോ ഉറപ്പാണ് മരണം. ആ രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് മുഅ്മിനെ പറഞ്ഞത്. മുഅ്മിനായ മനുഷ്യൻ തെറ്റിനെ കാണുന്നത് അങ്ങനെയാണ്. തെറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ വിഷയമായിട്ടാണ് അവൻ കാണുന്നത്. മരണത്തെ പോലെ ഭയമായിട്ടാണ് അവൻ കാണുന്നത്. എന്നാലോ വഇന്നൽ മുനാഫിഖ യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുനാഫിഖായ മനുഷ്യൻ, കപടവിശ്വാസിയായ മനുഷ്യൻ, അവൻ തെറ്റിനെ കാണുന്നത് അവന്റെ മൂക്കിന്റെ തുമ്പത്ത് ഒരു ഈച്ച ഓടുന്നത് പോലെയാണ്. ആ ഈച്ചയെ കൈകൊണ്ട് ആട്ടുന്നു, ആ ഈച്ച പറന്നു പോകുന്നു. വീണ്ടും ഈച്ച വന്നിരിക്കുന്നു, വീണ്ടും ആ കൈകൾ കൊണ്ട് ആട്ടുന്നു, ആ ഈച്ച പറന്നു പോകുന്നു. ഈ രീതിയിൽ തെറ്റിനെ നിസ്സാരമായിട്ടാണ് കാണുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര കറക്റ്റാണ് നബി ഉദാഹരിച്ചത്. ഒരു ഈച്ചയെ പോലെ, ആ ഈച്ച ഇങ്ങനെ വരുമ്പോൾ ചെറിയ ഇറിറ്റേഷൻ ഉണ്ട്, അതായത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ കൈകൊണ്ട് കൂടെ ആട്ടുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഈച്ച പാറിപ്പോകുന്നുണ്ട്. അപ്പൊ വലിയ ടെൻഷനൊന്നും ഇല്ല. വീണ്ടും ആ ഈച്ച ഇങ്ങനെ വരുന്നു, അപ്പൊ വീണ്ടും ഇങ്ങനെ കൈകൊണ്ട് ആട്ടുന്നു, വീണ്ടും പോകുന്നു. അപ്പൊ തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിസാരവൽക്കരിക്കുന്നു. അവനതൊരു പ്രശ്നമേ കാണുന്നില്ല. വീണ്ടും വീണ്ടും വലിയ തെറ്റുകൾ ചെയ്യുന്നു. അവൻ വലിയ അപകടത്തിൽ വീഴും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം റമദാൻ എന്താ അതിന്റെ അർത്ഥം? കരിക്കുക എന്നാണ് അർത്ഥം. റമദാൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് ഇന്നത്തെ ഈ സദസ്സിൽ പഠിച്ചിട്ട് പോകുന്നത്. റമദാൻ എന്ന് പറഞ്ഞ അർത്ഥം കരിക്കുക. മനുഷ്യന്റെ എല്ലാ തെറ്റുകളെയും കരിച്ചു കളയുന്നതാകുന്ന മാസമാണ് റമദാൻ. ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, 24 നോമ്പ് നമ്മളിപ്പോ നോച്ചത്, ഇത്രയും ദിവസത്തെ നോമ്പ് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ കരിച്ചിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ നോമ്പ് കൊണ്ട് അർത്ഥം? നമ്മൾ ഇത്രയും ദിവസം നോമ്പ് നോറ്റു, ഇത്രയും ദിവസം തറാവി നമസ്കരിച്ചു, 10-24 തറാവി കഴിഞ്ഞിട്ട് നിൽക്കാൻ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന 25 രാവിലേക്ക് നമ്മൾ കടക്കാൻ, ഉറപ്പായും എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന നമ്മൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടുന്ന സാലിഹീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ചോദിക്കട്ടെ, പാപം പൊറുപ്പിച്ചെടുത്തവർ എത്ര പേരുണ്ട്? എത്ര സഹോദരിമാർക്ക് അതിന് സാധ്യമായിട്ടുണ്ട്? അല്ലാഹു നമ്മുടെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. തങ്ങൾ പറഞ്ഞതാണ്, മുഅ്മിനായ മനുഷ്യനെ പാപത്തെ കാണുന്നത് തന്റെ തലയ്ക്ക് മീതെ വലിയ പാറ വന്ന് നിൽക്കുന്നതായിട്ടാണ്. ഏത് നിമിഷവും തലയിലേക്ക് പതിക്കാം. ആ നിലയിൽ ഭയപ്പാടാണ്. എന്നാൽ മുനാഫിഖായ കപട വിശ്വാസിയോ, വിശ്വാസത്തിൽ കലർപ്പുള്ളതാകുന്ന സഹോദരിയില്ലേ, അവർ തെറ്റുകളെ നിസാരമായി കാണുമേ. അവരുടെ മൂക്കിന്റെ തുമ്പിൽ ഒരു ഈച്ച വന്നിരിക്കുന്ന പോലെ ആയിട്ടാണ് അവർ തെറ്റിനെ കാണുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. വളരെ ശ്രദ്ധിക്കുക. നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഈ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളിപ്പോ ഇതെല്ലാം കേട്ടിട്ട് വീട്ടിലേക്ക് പോയാലും വീണ്ടും നമ്മൾ തദൈവ പഴയ പോലെ തന്നെയാണ്. കാണേണ്ടതൊക്കെ കാണുക, കേൾക്കേണ്ടതൊക്കെ കേൾക്കുക. എവിടെ പോയാലും എവിടെ പോയാലും വണ്ടിക്കകത്ത് സിനിമാ പാട്ട് നോക്കിയിട്ട് പ്രായത്തായിട്ട് പോകാൻ. അടുത്ത നിമിഷം മരിക്കുന്ന ഒരു ബോധമില്ല. റമദാൻ കഴിഞ്ഞ വ്യക്തിയാണെന്ന് ബോധമില്ല. പാപം പൊറുപ്പിച്ചെടുക്കേണ്ട മാസമാണെന്നുള്ള ചിന്തയില്ല. ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടേണ്ടവനാണെന്നുള്ള ബോധമില്ല. വെറുതെ പോകാൻ
നമ്മുടെ ജീവിതം എത്ര വയസ്സ് ജീവിച്ചു? 28, 38, 48, 58, 68, 78 ഇങ്ങനെ പല തസ്തികയിലുള്ളവരായി പോയി വന്നിരിക്കുന്നത്. ഇത്രയും കാലം ജീവിച്ചതിനേക്കാൾ പുണ്യമാണ് ഒറ്റ രാത്രിക്ക് കിട്ടാൻ പോകുന്നത്. ഏതാണ് നാം മനസ്സിലാക്കേണ്ടത്. 83 വർഷം ചെയ്ത അമലിനേക്കാൾ പുണ്യം ഒറ്റ രാത്രി കൊണ്ട് ചെയ്താൽ കിട്ടാൻ. ഒറ്റ രാത്രി ഉറക്കമൊളിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി തറാവീഹ് നമസ്കരിച്ച് തസ്ബീഹ് നമസ്കരിച്ച് ദിക്റിലായി പൊട്ടിക്കരഞ്ഞ് നിലകൊണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ രാത്രി മുതൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞത്. അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം? തൗബ ചെയ്തിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് തൗബയുടെ നിബന്ധന പറഞ്ഞത് ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ഖേദമുണ്ടാകണം, ദുഃഖം വരണം. ഒന്നാമതായി അതാ പറയുന്നത്. കുറേ കാര്യമില്ല, കുറേ പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി മനസ്സിൽ യാതൊരു ഇതിലും ഇതെങ്ങനെ ചെല്ലാണ്? അസ്തഗ്ഫിറുല്ലാഹ് 100 ജില്ല കൂലി എന്ന് പറയുന്നുണ്ട്. അവനെ പിടിച്ചോ അസ്തഗ്ഫിറുല്ലാഹ് അതെല്ലാം എടുത്തു കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് എന്താ മിമ്പറിലെ കഴുത്തിൽ കിടക്കുന്ന മാല ഹാജിയാറുടെ കഴുത്തിട്ടുകൊണ്ട് നടക്കുകയാണ്. ഇതിങ്ങനെ ഇട്ടുകൊണ്ട് അവിടെ ഇവിടെ നടന്ന് കഞ്ഞിപ്പുര പോയി കഥയും പറഞ്ഞ് പനായും മസാലയും പറഞ്ഞു കാര്യം. ഈ ദിക്ർ കൊണ്ട് നമുക്ക് ഗുണം ചെയ്യണ്ടേ? അതുകൊണ്ട് മനസ്സിലെത്തിയിട്ട് ഒരു 10 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ തന്നെ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാറിന്റെ എണ്ണം വിശദാരിസ്മൃതങ്ങൾ ചിലപ്പോൾ 70 ചൊല്ലിയിരുന്നു, ചിലപ്പോൾ എത്ര ചൊല്ലിയിരുന്നു? 100 ചൊല്ലിയിരുന്നു എന്ന് കാണുന്നു. കാരണം ചെല്ലുന്നതിന് കഴിവുണ്ടാകുക എന്നുള്ളതാണ് ആസ്വദിപ്പിച്ചത്. ചെല്ലുന്ന നല്ല വൃത്തിക്ക് ചെല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നിപ്പോ 100 ചെല്ലാൻ പറ്റിയില്ല, 70 സമയമാണ്. 70 ചെല്ലിയാൽ മതി. ആ 70 ചെല്ലുന്നത് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുമ്പോൾ ഉന്നതനായ പടച്ചറബിനോട് ഞാൻ പാമോചനത്തിന് അർത്ഥിക്കുന്നു. ആ ചിന്ത മനസ്സിൽ വരണം. അല്ലാഹുവോട് ഞാൻ തേടുകയാണ്, എന്നെ തെറ്റുകുറ്റം പറയാം, കണ്ണീരൊഴുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫലാസു അയ്യുൻ ലാ തുറാ അയ്യുനുഹുമുൻ നാർ. 3 കണ്ണുകൾ നരകത്തെ സ്പർശിക്കില്ല സഹാബ. 3 കണ്ണുകളുടെ നരകം കാണുകയില്ല സഹാബ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറയുകയാണ്, ഹറാം കാണാത്തതായ കണ്ണാണ്. കണ്ണുകൾ കൊണ്ട് ഹറാമായ കാഴ്ചയില്ലാത്തതായ മുസ്ലിമുണ്ടോ മുഅ്മിനത്തുണ്ടോ അവർ വിജയിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. സിനിമ കാണുന്നവരെ, സീരിയൽ ദർശിക്കുന്നവരെ, മോശപ്പെട്ട തരത്തിലേക്ക് പ്രൂഫിനുകളിലേക്ക് കണ്ണുകളെ ശരീരത്തെ കൊണ്ടുപോകുന്നതായ സമൂഹമേ, ഹറാം കാണാത്തതായ കണ്ണുണ്ടോ നരകം അല്ലാഹു അവർക്ക് നിഷിദ്ധമാക്കിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തെ തൊട്ടുള്ള കാവൽ തേടിക്കൊണ്ട്, നരകത്തെ തൊട്ടുള്ള കാവൽ തേടിക്കൊണ്ട് അവസാനത്തെ 10 അല്ലാഹുമ്മ അത്ഖനാ മിനന്നാർ. നരകത്തെ തൊട്ട് എനിക്ക് നീ മോചനം നൽകണേ അല്ലാഹ്, എന്റെ പിരടിയെ മോചിപ്പിക്കണേ അല്ലാഹ്. പടച്ചറബിനോട് പൊട്ടിക്കരലുകൊണ്ട് ദുആ ചെയ്യുന്ന സഹോദര സഹോദരി, നിന്റെ കണ്ണുകളെ നരകത്തെ തൊട്ട്, നിന്റെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് പരിപൂർണമായി കാത്തു സംരക്ഷിച്ചു. ഈ ദുനിയാവിൽ നീ ശ്രദ്ധിച്ചാൽ നിനക്ക് ആഖിറത്തിലെ രക്ഷയാണ്. നരകം നിന്നെ തൊടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണുകൾ കൊണ്ട് ഹറാം കാണാതിരിക്കണം. പറ്റിയിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടാവൂല. മനുഷ്യനാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ വശം, 3 കൂട്ടർക്ക് നരകം ഉണ്ടാവൂല. 3 കൂട്ടർ, അതിലേതെങ്കിലും നമ്മൾ പെട്ടാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമതായി പറഞ്ഞത് കണ്ണിന് ഹറാമായതിനെ തൊട്ട് ചിമ്മി അടച്ചവൻ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അടയ്ക്കാൻ നേരത്തെ വേഗം ചിമ്മി അടയ്ക്കാം. എന്തെങ്കിലും കണ്ടുപോയാൽ വേഗം കണ്ണടച്ച്. അത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. വഖുല്ലിൽ മുഅ്മിനീൻ യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തിയതാണ്. മുഅ്മിനീങ്ങളോട് പറയണേ നബിയേ, ഹറാമ കാണുന്നതിനെ തൊട്ട് അവരുടെ കണ്ണുകളെ ചിമ്മണേ, അടയ്ക്കണേ. കാഴ്ചയിലൂടെയാണ് നമുക്ക് മറ്റുള്ള എല്ലാ ചിന്തയും വരിക. കാഴ്ച ഒഴിവാക്കി രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു അന്യപെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൂക്ഷ്മങ്ങൾ കാണുന്നു, അവളുമായിട്ടുള്ള കാഴ്ചയിലൂടെയാണ് അവളുമായിട്ടുള്ള ബന്ധപ്പെടലിലേക്കുള്ള ആഗ്രഹം വരുന്നത്. കാഴ്ച തന്നെ ഒഴിവാക്കിയാൽ എല്ലാ റാഹത്തായി. അതുകൊണ്ട് അല്ലാഹു ഖുർആനിലൂടെ ആദ്യം പറഞ്ഞത് കാഴ്ച ഒഴിവാക്കുക, ഹറാമായ കാഴ്ച ഒഴിവാക്കുക. ഖുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് നബിയെ തങ്ങൾ പറയണം, യഗ്ളൂ മിൻ അബ്സാരിഹിം, കണ്ണുകളെ ചിമ്മാൻ പറയണം. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കാനും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതേപോലെ തന്നെ സ്ത്രീകളോട് വഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ളൂന മിൻ അബ്സാരിഹിം വയഹ്ഫളന ഫുറൂജഹും. ഓ നബിയേ, തങ്ങൾ മുസ്ലിം അംഗമാരോട്, സഹോദരിമാരോട് പറയണേ, ഹറാം കാണരുതേ,
കാണരുതേ, ആവശ്യമില്ലാത്തതിലേക്ക് നോക്കരുതേ. അവരുടെ കണ്ണുകളെ സൂക്ഷിക്കണേ, അവരുടെ ജനനേന്ദ്രിയങ്ങളെ ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകരുതേ, സൂക്ഷ്മത പുലർത്തണേ എന്ന് പറയണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ചത് അതാണ്. കണ്ണടയ്ക്കുക, ചിമ്മുക എന്ന് പറഞ്ഞാൽ അതാണ്. അതിനാണ് ഇവിടെയും പറഞ്ഞത്, കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മി അടച്ചിട്ടുള്ള ആളുകൾ അവർക്ക് നരകീയ മോചനം ഉറപ്പാണ്. നരകം കാണുകയില്ല. ഒന്നാമത്തെ മൂന്ന് കൂട്ടര്. രണ്ടാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹോദരങ്ങളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകളുണ്ടോ, റബ്ബിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുണ്ടോ, നരകീയ മോചനം ഉറപ്പാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണുകളെ ഉറക്കമൊഴിച്ചു ആരുടെ മാർഗത്തിൽ? അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ രാത്രി ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടു, രാത്രിയിൽ തറാവീഹ് നമസ്കരിച്ചു, രാത്രിയിൽ ദിക്റിലായി നിലകൊണ്ടു, രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് തസ്ബീഹ് നമസ്കരിച്ചു, രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചു. അങ്ങനെ നിലകൊണ്ട അതൊക്കെ അള്ളാഹുവിന്റെ മാർഗം. അല്ലാതെ രാത്രി ഞങ്ങൾ ഉറക്കമൊഴിച്ചു സാർ, രാത്രിയാണ് എല്ലാ സിനിമയും റാഹത്തായിട്ട് കാണുന്നത്, അത് കണ്ടതിന് ശേഷം പിന്നെ അത്താഴം കഴിച്ച് കടന്നു സുബഹിയൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യമില്ല. അതല്ല ഈ പറഞ്ഞത്. രാത്രിയിൽ ഉറക്കമൊഴിക്കുന്നതിലല്ല കാര്യം. രാത്രിയിൽ ഉറക്കമൊഴിച്ചു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചു എങ്കിൽ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നതാകുന്ന ഈ രാവിലെ 25 രാവാണ്. ഒന്ന് സുബഹി വരെ ഉറക്കമൊഴിച്ചു. നമ്മുടെ കൗമത്ത് നല്ല റാഹത്തായിട്ട് ഉറക്കാം. 27 രാവിലെ കുറച്ച് ആളുകൾ പള്ളി വരെ എത്തിക്കാം. നിങ്ങളൊക്കെ റാഹത്ത് തന്നെ. നേരത്തെ 10 മണിയാകുമ്പോൾ ഉറങ്ങി ശ്രമിച്ചു വേഗം തന്നെ. ലൈലത്തുൽ ഖദ്ർ ഒന്നും വേണമെന്നില്ല. 27 രാവിലെ പൊതി കിട്ടിയാൽ അല്ല ബിരിയാണി അത് കഴിച്ചോണ്ട് വേഗം അല്ലാഹു മലക്കാക്കുമാറാകും. വളരെ കുറച്ച് ആളുകൾ, പ്രായച്ച ആളുകൾ ഇതിന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കുന്ന ഉമ്മമാരൊക്കെ മാത്രമാണ് സുബഹി വരെ ഉറക്കമൊഴിക്കുക. ബാക്കിയുള്ളവരൊക്കെ വേഗം ഉറങ്ങിയേക്കാം, നേരത്തെ കിടക്കാൻ. മാക്സിമം പോയി ഒരു 10-11 അതിനപ്പുറത്തേക്ക് പോകില്ല. മൊബൈൽ കയ്യിൽ കൊടുക്കാം, സുബഹി വരെ റാഹത്തായിട്ടിരിക്കും. ചെറിയ കുട്ടികൾ വരെ ഉറക്കമൊഴിച്ചു. ഇപ്പൊ ഈ സദസ്സിൽ ഉറക്കം നോക്കുന്നതാകുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈലോട് നോക്കി നല്ല റാഹത്തായിട്ട്. പിന്നെ ഉറക്കമില്ല. പിന്നെ നമ്മൾ വിളിച്ചോണ്ട് പോകണം. ദുഹറായി പോകാന്ന് പറഞ്ഞാലേ ഉള്ളൂ ഒന്ന് ഓഫ് ചെയ്യും. കാരണം എല്ലാവർക്കും അതൊക്കെ ഇഷ്ടം. അപ്പൊ ഒരു ഇഷ്ടം പോലും നമുക്ക് ദീനിനോടില്ല എന്നുള്ളതാണ്. നിസ്കരിക്കാൻ മടി, തറാവീഹ് നമസ്കരിക്കാൻ മടി, അതിന് ഇളവുണ്ടോ നോക്കണം. ഈ വർഷം അല്ലെങ്കിൽ കുറയുമെന്ന് ചോദിക്കും. കഴിഞ്ഞ വർഷം വരെ 20 നിസ്കരിച്ചു, ഈ വർഷം 2 റക്അത്തെങ്കിലും കുറച്ച് കിട്ടിയ അത്രേ റാഹത്ത്. അല്ലാഹു മലക്കാക്കുമാറാകും. ഏറ്റവും ചെറിയ സൂറത്ത് ഓതി നമസ്കരിക്കുന്ന, അത് തന്നെ നല്ല സ്പീഡിൽ ഓതി നമസ്കരിക്കുന്ന പള്ളി ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഓടുക ചെറുപ്പക്കാരൻ. എന്നിട്ടോ വലിയ നിസ്കാരക്കാരാണ് അറിയിക്കുകയും ചെയ്യും. നിന്റെ മനസ്സിൽ ഈമാനില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നീ ഏറ്റവും സ്പീഡിൽ ഓതുന്ന പള്ളി തേടി പോയി എന്നുള്ളത്. വേഗം തീരാൻ വേണ്ടിയാണ്. അങ്ങനെ സ്പീഡിൽ തറാവീഹ് നമസ്കരിച്ചാൽ നമസ്കാരം തന്നെ സാധുവല്ല. ഞാൻ ഈ കഴിഞ്ഞ വർഷം ആലങ്കോട് എടുത്ത ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളാണ് ആ പ്രഭാഷണം കേട്ടിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഒരുപാട് ആളുകൾ. കാരണം വിവിധങ്ങളാകുന്ന മസലകൾ ചർച്ച ചെയ്തു. നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നുണ്ട്, ആ നമസ്കാരത്തിൽ തന്നെ ധാരാളം കറാഹത്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇമാമിനോടൊപ്പം തക്ബീറത്തിൽ ഇഹ്റാം കെട്ടുന്നതാകുന്ന മഅ്മൂമാകട്ടെ ഇമാമാകട്ടെ വജ്ഹത്ത് ഓതൽ സുന്നത്താണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. ആദ്യത്തെ റക്അത്ത് കൈയ്യട്ടിയാലോടെ എന്ത് വേണം? വജ്ഹത്ത് ആരോ കൈയ്യട്ട വിശാരം കൊണ്ട് കഴിയാം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. വജ്ഹത്ത് ഓതൽ സുന്നത്ത്, ഒഴിവാക്കൽ കറാഹത്ത്. അപ്പൊ ഒരു കറാഹത്തായി കാര്യമായിട്ട് നിസ്കരിക്കാൻ ഒരു കറാഹത്ത്. അപ്പൊ എന്ത് വേണം? ആ വജ്ഹത്ത് പൂർത്തിയാക്കി ഓതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി തീർച്ചയാണ് പ്രശ്നമാണ്. അത് പൂർത്തിയാക്കി ഓതാനാണ് സുന്നത്ത് എങ്കിൽ ഹനഫി മദ്ഹബുകാരുടെ സനാ ഉണ്ട്. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ആ സനാ അവിടെ ചെറിയ വാക്കാണ്. ഹനഫിക്കാർക്ക് വജ്ഹത്തിൽ വരെ സനാ ആണുള്ളത്. അതെങ്കിലും ഓതാ. ഞാൻ അതില്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. വളരെ എളുപ്പമാണ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഇങ്ങനെയുള്ളതാകുന്ന ഒരു വചനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം? ആ സ്ഥലത്ത് അവിടെ പറയണം. എന്തിന് പകരമായി? വജ്ഹത്തിന് പകരമായി. അപ്പൊ ആ കറാഹത്ത് നീങ്ങും. ഇല്ലെങ്കിൽ ആ കറാഹത്ത് അവിടെ കിടക്കണം. നമ്മളിപ്പോ 24 തറാവീഹ് നിസ്കരിച്ച് ഇതിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞത് 24 കറാഹത്ത് അവിടെ തന്നെ. അല്ലാഹു മലക്കാക്കട്ടെ. ഇത് ഓരോ 2 റക്അത്തിൽ ആവർത്തിക്കണമല്ലോ. 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അടുത്ത 3ാമത്തെ റക്അത്ത് നിസ്കരിക്കുന്നത് അത് അടുത്ത ഒരു വഖത്ത് അടുത്ത റക്അത്താണ്. അതുകൊണ്ട് അതിനും കൈകെട്ടിയിട്ട് വജ്ഹത്ത് ഓതണം. അത് ശ്രദ്ധിക്കണം. അത് സുന്നത്താണ്. അത് ഒഴിവാക്കലെന്താണ്? കറാഹത്ത്. മാത്രമല്ല ഈ വജ്ഹത്തിന് മാത്രമല്ല, വജ്ഹത്തിന് ശേഷം എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും തറാവീഹ് മാത്രമല്ല കേട്ടോ, എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളിലും അഊദ് ഓതണം. സുന്നത്താണ്. അഊദ് ഒഴിവാക്കൽ കറാഹത്താണ്. കറാഹത്ത് നമ്പർ 2 കറാഹത്ത്.
ഔദ് എങ്ങനെ ഒരു നക്ഷത്രമല്ല എന്ന് പതുക്കെ പറഞ്ഞിട്ട് വേണം എന്ന് തുടങ്ങാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നമ്മുടെ ഷാഫി ഔദ് ഓതൽ സുന്നത്ത്, ഒഴിവാക്കൽ കറാഹത്ത്. ഇവ രണ്ട് കറാഹത്തായി. തറാവീഹ് നിസ്കരിക്കുക കാര്യമായി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കൂലി കൊട്ടപ്പടി കിട്ടാനാ നോക്കുന്നത്. നോക്കുമ്പോ ഇടങ്ങേറ് ഇങ്ങനെയാണ് നിസ്കരിക്കണമെന്നില്ല. ഇന്ന് മുതൽ നിർത്തിയാൽ അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നിർത്തണ്ട, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കറാഹത്തില്ല, നമസ്കരിക്കാം. അതിനുവേണ്ടി പോയി പറഞ്ഞു. അവ കൈകെട്ടിയാൽ ഉടനെ സുബ്ഹാനക്കല്ലാഹു ബിഹംദിക എന്നുള്ള ദിക്ർ ഏറ്റവും ചുരുങ്ങിയ. അതുപോലെ തന്നെ വേഗം തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അത് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങും. അങ്ങനെ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു. ശേഷം നമ്മൾ റുക്കൂയിലേക്ക് വന്നു. സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി മൂന്ന് വട്ടം ചെല്ലണം. ഇത് അങ്ങോട്ട് വരുന്നു പോകുന്നുള്ളതാണ്. സമിഅല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദ് മതി. ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും പറയണം. ഇത് പറയണമെങ്കിൽ നമ്മുടെ ഷാഫി മദ്ഹബിലെ വിഷയമുണ്ട്. ഓരോ ഫർളുകളിലേക്കും ചെല്ലുമ്പോഴും തിരിച്ചു വരുമ്പോഴും അനക്കമടങ്ങൽ ശക്തിമത്തൽ അനക്കമടങ്ങൽ വേണം. അത് നമ്മുടെ ഫർളുകളിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ റുക്കൂയിൽ വന്നു, റുക്കൂയിൽ അനക്കമടങ്ങിയതിനു ശേഷം വേണം എന്ത് ചെയ്യാൻ? സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് പറയാം. എഴുത്തുദാലിലേക്ക് നമ്മൾ വന്നു നിന്നു. എഴുത്തുദാലിൽ വന്ന് നിന്ന് അനക്കമടങ്ങിയതിനു ശേഷം വേണം എന്ന് പറയാൻ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയാം. നമ്മൾ അങ്ങനെയാണ് റുക്കൂയിൽ കൂടെ വരുമ്പോഴേ തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത് റബ്ബനാ ലക്കൽ ഹംദ്. അപ്പൊ പോയി അവിടെ നമ്മള് ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ തറാവീഹ് തന്നെ 20 റക്അത്ത് ഒരു ഹാഫിളിന്റെ പിന്നിൽ നമസ്കരിക്കുന്ന ഒരുപാട് ആളുകൾ കരുനാഗപ്പള്ളിക്കാർ ഇവിടെ ഉണ്ട്. അവരോട് ചോദിക്കും, നിങ്ങൾ അലംതറ കൈഫ് മുതൽ അല്ലാതെ ചെറിയ സൂറത്ത് ഓതി നമസ്കരിക്കുന്ന ഉസ്താദുമായിട്ട് മാക്സിമം പോയ 20 മിനിറ്റ് വ്യത്യാസം. ഇനി കൂടി വന്നാൽ അരമണിക്കൂർ. ഈ അരമണിക്കൂറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്ന മൊത്തം. ഒരു അരമണിക്കൂർ സമയം അള്ളാഹുവിന് വേണ്ടി കൂടുതലായിട്ട് നിന്ന് കൈയ്യട്ടിയാൽ അൽഹംദുലില്ലാഹ് ഒരു ഹാഫിളിന്റെ പിന്നിൽ ഖുർആൻ ഖത്മ് തീർക്കണം റമദാൻ. നമുക്ക് ഓതാൻ പറ്റിയില്ലെങ്കിലും ആ ഖുർആൻ കേൾക്കുന്ന ഒരു കൂലിയൊക്കെ കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ 30 ദിവസം 27 തീരെ അത്ര റാഹത്തായിട്ട് നമുക്കിരുന്ന് കേട്ടൂടെ? ആ ഒരു ക്ഷമ ഒരു ഉമ്മത്തിനില്ല. റമദാനാണ്. തിന്നുന്ന വിഷയത്തിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ഇഫ്താർ സംഗമം 599 രൂപയ്ക്ക് ഇഫ്താർ, 1500 ഇഫ്താർ, 3000 ഇഫ്താർ, 10000 ഇഫ്താർ. ഇത് കേരളത്തിൽ വലിയതാകുന്ന ഗ്രാൻഡ് ഹോട്ടലുകളൊക്കെ കൊടുക്കുന്ന വലിയ ഇഫ്താറാണ്. എന്താണ് ഈ അരച്ചാണ് വയറ് നിറയ്ക്കാൻ പറ്റുന്ന സാധനം. ഇത് തന്നെ വീട്ടിൽ നമ്മൾ 2 കാലയ്ക്ക് കഴിച്ചാലും കിട്ടും. ഇത് അവിടെ പോയിരുന്നിട്ട് ബാക്കി കോഫി, ചായ, ഇടിയപ്പം, റൊട്ടി, പത്തിരി, അപ്പം, ദോശ, പുട്ട്, ഇറച്ചി, മുട്ട, കിഴങ്ങ്, കേട്ട്, മുറുക്ക, അച്ചപ്പം, നെയ്യപ്പം, സുഖിയൻ എല്ലാം അടിച്ചു കയറുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കും. നമസ്കാരം നിസ്സാരമല്ല. സമിഅല്ലാഹു ലിമൻ ഹമിദ പറയും, റബ്ബനാ ലക്കൽ ഹംദ്. ഏറ്റവും ചുരുങ്ങിയ നിലയ്ക്ക് അതെങ്കിലും പറയും. പൂർണ്ണമായി പറയണമെന്നല്ല. ബിൽ അസ്മാവാതി വൽ അർദി വബിൽ അമാശിഅത മിൻ ശൈഇൻ ബഅദ്. അങ്ങനെ പറയാനാണ് ഏറ്റവും നല്ലത്. നിനക്ക് അല്പം ധൃതിയുണ്ട്, വേഗം പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അത്രയും പറയണം. നിങ്ങൾ കറാഹത്ത നേരെ സുജൂദിലേക്ക് വന്നു. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി 3 വട്ടം പറയണം. അങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് പോകും പറ്റൂല. 3 വട്ടം അത് പറയണം. കാരണം റുക്ഊ സുജൂദ് അത് അല്ലാഹുവിനുള്ള പൂർണ്ണമായ വണക്കമാണ്. അതിനകത്തൊന്നും കുറയ്ക്കാൻ പാടില്ല. അത് റബ്ബിനെ പരിപൂർണമായി ഇതിനാണ് നിസ്കരിക്കുന്നത്. അഖറബുമായ യഖൂനുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദ്. ഒരടിമ അല്ലാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കൽ എപ്പോഴാണ്? സുജൂദിൽ കിടക്കുമ്പോഴാണ്. അപ്പൊ സുജൂദിൽ പോയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വരാൻ കൊതിക്കുന്നവ മുഅ്മിനല്ല. കാരണം നമ്മുടെ നെറ്റി, നമ്മുടേതാകുന്ന മുഖം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും മുകളിൽ അല്ലാഹു വെച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യ് കാലൊക്കെ താഴെ, ലൈംഗിക അവയവങ്ങൾ അടക്കം എല്ലാം താഴെ. നമ്മുടെ മുഖം അല്ലാഹു ഫിറ്റിയിരിക്കുന്നത് നമ്മുടെ തലകിനെ കൊണ്ട് വെച്ചിരിക്കുക. മുഖം എന്ന് പറയുന്നത് തലയില ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെപ്പോഴും ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ്. 10 പേരുടെ മുന്നിൽ നെഞ്ചും പിരിച്ച് നടക്കുന്ന ആളുകൾക്ക് മുഖം കൊടുത്ത് മുഖപ്രസന്നയോട് നിൽക്കുന്ന ഈ മുഖം അല്ലാഹുവിന്റെ മുന്നിൽ നമ്മുടെ ഹൃദയത്തെക്കാൾ താഴെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതുകൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ നടക്കുക സുജൂദിലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ തലച്ചോറിലേക്ക് രക്തോട്ടം ഉണ്ടാവണം. അങ്ങനെ രക്തോട്ടം കൂടുതലുള്ള ആളുകൾ അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട സമയമാണ് തഹജ്ജുദിന്റെ സമയം. അങ്ങനെ തഹജ്ജുദിന്റെ സമയത്ത് കൂടുതലായി സുജൂദിൽ കിടക്കുന്നവൻ ദീർഘായുസ്സുണ്ടാവും. ഇതൊക്കെ ശാസ്ത്രങ്ങൾ തെളിയിച്ചു. അതുകൊണ്ടാണ് കൂടുതൽ നമസ്കരിക്കുന്നവന് കൂടുതൽ റുക്കൂ സുജൂദ് ഉണ്ടാവും. അവന് ഒരു അസുഖം ഉണ്ടാവും. 63 വയസ്സ് ജീവിച്ചു, പനിയല്ലാതെ വേറെ അസുഖം കണ്ടിട്ടില്ല. ഇന്നിപ്പോ 23 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ്, കേട്ടുകേൾവിയില്ലാത്ത 18 കോടിയുടെ ഇഞ്ചക്ഷൻ കൊണ്ടുപോയിട്ട് മാരകമാകുന്ന രോഗങ്ങൾ, ക്യാൻസർ ഇല്ലാത്ത കുടുംബങ്ങളില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം സുജൂദും റുക്കൂവും കുറഞ്ഞു പോയി. ഇതിനർത്ഥം നിസ്കാരം കുറഞ്ഞു. ഇനി അഥവാ ഫർദ് നിസ്കരിച്ചാൽ തന്നെ അതിന് മുമ്പ് ശേഷമുള്ള സുന്നത്തില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ അർബഅൻ ഖബ്ല അൽ-ളുഹ്രി വ ബഅദഹു ഹറമല്ലാഹു അലന്നാർ. ആരെങ്കിലും ളുഹ്റിന് മുമ്പ് 4 റക്അത്ത് സുന്നത്തും ളുഹ്റിന് ശേഷം 4 റക്അത്ത് സുന്നത്തും നമസ്കരിച്ചു, അവൻ അല്ലാഹു നരകം നിഷിദ്ധമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ളുഹ്റിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ളുഹ്റിന് ശേഷം 4 റക്അത്ത് സുന്നത്ത്. നമ്മൾ നിസ്കരിക്കാനുണ്ടോ? ഇല്ല. ളുഹ്റിന് ബാങ്ക് വിളിച്ച് പള്ളിയിൽ എത്തിയാൽ പോലും ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ കഥ പറഞ്ഞിരിക്കും മനുഷ്യന്മാർ. ആ സുന്നത്ത് അവിടെ കളഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്തും ശേഷം 4 റക്അത്ത് സുന്നത്തും മുടങ്ങാതെ ഈ രണ്ട് വെച്ച് നമസ്കരിക്കുന്നവർ മാഷാ അല്ലാഹ് നബിതങ്ങൾ പറയുന്നു ഹറമഹുല്ലാഹു അലൈഹി നരകം നിഷിദ്ധമാണ്. കൃത്യമായി നിസ്കരിച്ചു പോകണം. എപ്പോഴെങ്കിലും ചെയ്താൽ പോലെ കൃത്യമായി അത് മുടങ്ങാതെ പോയതാൽ അതുകൊണ്ട് തന്നെ വിജയിക്കും. നരകീയ മോചനം കിട്ടാനാണല്ലോ ഇപ്പൊ ഈ 10 നമ്മൾ പരിശ്രമിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ഒരു സുന്നത്തിന്റെ കാര്യം പറഞ്ഞു, ളുഹറിന് മുമ്പ് ശേഷമുള്ള സുന്നത്തിന്റെ ഇതുപോലെ ഓരോ നോക്കിയാൽ മാഷാ അല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, ശക്തിമത്തായ സുന്നത്ത് ഏതൊക്കെയാണ്? സുന്നത്ത് നമസ്കാരങ്ങൾ, ശക്തിമത്തായ സുന്നത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ. ഒന്ന് സുബഹിയുടെ സുന്നത്ത് ഒരിക്കലും പാടില്ല. അത് എത്ര റക്അത്താണ്? മൊത്തം 10 റക്അത്ത്. എത്ര റക്അത്ത്? 10 റക്അത്ത് സുന്നത്താണ് ശക്തിമത്തായ സുന്നത്ത്. ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. വിധങ്ങൾ വളരെ കണിശമായി ചെയ്തിരുന്നതാണ്. ഒന്ന് സുബഹിയുടെ സുന്നത്ത്, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത്, ബാങ്ക് വിളിച്ച ഉടനെ സുബഹിയുടെ സുന്നത്ത്. അതിൽ ഓതുന്ന നമസ്കാരത്തിന്റെ റക്അത്ത് സുന്നത്തൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത്തെ റക്അത്തിൽ ഏതാണ്? അലം നശ്റഹു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ സൂറത്തുൽ ഫീലും അതിനോടൊപ്പം ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ ഓതി ആരെങ്കിലും നമസ്കരിച്ചാൽ അന്നത്തെ ദിവസം ഒരു വിഷമവും പ്രയാസവും ഉണ്ടാവില്ല. ഇത് ഹദീസാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നല്ല ബാസൂറിന്റെ അസുഖമുള്ള ആളുകൾ, മുഴുവൻ അതിന്റെ പോസ്റ്ററാണല്ലോ, ഇതുള്ള ആളുകളൊക്കെ മുടങ്ങാൻ നിസ്കരിക്കും. അവർക്ക് അതിൽ നിന്ന് വരെ ബുദ്ധിമുട്ടും പ്രയാസവും നീങ്ങുമെന്ന് ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്സാര കാര്യമല്ല, വലിയ ശ്രേഷ്ഠമായ നിസ്കാരമാണ്. അതിൽ ഓതി നമസ്കരിക്കേണ്ട സൂറത്ത് മറക്കരുത്. ഒന്നാമത്തതിൽ അലം നശ്റഹ് ലക സദ്റക്, അതോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അതോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ നിസ്കരിക്കുക. ഇത് ഒരു സുന്നത്ത്. അടുത്ത രണ്ടാമത്തെ സുന്നത്ത് ഏതാ? പറയ്. ളുഹറിന് മുമ്പും ളുഹറിന് ശേഷമുള്ള സുന്നത്ത്. ളുഹറിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തും ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞു 4 ആദ്യം. അതുകൊണ്ട് അത് സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്തല്ല, സുന്നത്തിൽ പെട്ടതാണ്. അതും നമസ്കാരം കറക്റ്റായി 2 അവിടെയും 4 അവിടെയും 2 ഇപ്പുറത്തും നിസ്കരിച്ച് വന്നവന് നരകീയ മോചനം. അത്രയ്ക്ക് ക്ഷമ വേണം, അത് കൃത്യമായി ചെയ്തു വരണം. മറ്റേതിന് വിശദാനുസൃതം ഒരിക്കലും മുടക്കാത്തതാകുന്ന തിരുസുന്നത്തുകൾ പെട്ടതാണ്. ളുഹറിന് മുമ്പ് 2 റക്അത്ത്, ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് മുടക്കരുത്. ഇത് പറയുന്നത് മുടക്കാൻ പാടില്ല. അതുപോലെ ഇനി അടുത്ത സുന്നത്ത്, ശക്തിമത്തായ സുന്നത്ത് പറയ്. ഇപ്പൊ എത്ര റക്അത്തായി? 6 റക്അത്തായി. ഇനി 4 റക്അത്ത് കൂടിയുണ്ട്. ഏതൊക്കെ പറയും? മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തും ഇശാഇന് ശേഷമുള്ള 2 റക്അത്തും. ഇത് ശക്തിമത്തായ സുന്നത്തുകളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കിയുള്ള നമസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ളുഹറിന് അസ്റിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അതിനെ ഇതുപോലെ ഒഴിവാക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. അതൊക്കെ സുന്നത്തുകൾ പെട്ടതാണ്. മൻ സല്ല അർബഅൻ ഖബല അൽ-അസ്രി ഹറമഹുല്ലാഹു അലൈനാ. ഹദീസ് ഉണ്ട്. അസ്റിന് മുമ്പ് ആരെങ്കിലും 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലും അവൻ എന്തുണ്ട്? നരകീയ മോചനമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ 5 സുന്നത്തുകൾ അഥവാ 10 റക്അത്ത് സുന്നത്ത് ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. ഫർളുകൾക്ക് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന് സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത്, രണ്ടാമത്തത് ളുഹറിന് മുമ്പും അതുപോലെ ളുഹറിന് ശേഷമുള്ള സുന്നത്ത്, പിന്നെ മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത്, ഇശാഇന് ശേഷമുള്ള സുന്നത്ത്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടി ഈ കടന്ന് ചാടുന്ന 95% ഇശാഇന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കത്തില്ല. യഥാർത്ഥത്തിൽ തറാവീഹിനേക്കാൾ ശ്രേഷ്ഠതയാണ് ഏതിനുള്ളത്? ഇശാഇന് ശേഷമുള്ള സുന്നത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പുറത്തോട്ടൊക്കെ പോയി കുപ്പി അവിടെ ഇവിടെയൊക്കെ വെച്ച് വെള്ളം കുടിച്ചിട്ട് അലഞ്ഞിയൽ മുസ്തഫ ഹാജിയാർ കയറി തറാവി. ഹാജിയാർ 2 റക്അത്ത് സുന്നത്തുണ്ടായിരുന്നു ഇശാഇന് ശേഷം. അത് ഏറ്റവും ശക്തിമത്തായ സുന്നത്ത്, അത് ഒഴിവാക്കരുത്. അത് നിസ്കരിച്ചിട്ടാണ് ഇതിന് നിൽക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയുണ്ടല്ലോ, സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പോലും ശ്രേഷ്ഠതയുണ്ട്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നമസ്കാരമാണ് ഏത്? വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം. അതിന് ശേഷമുള്ളതാണ് ഏത്? ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം. ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങളിൽ പോലും ശ്രേഷ്ഠതയുണ്ട്. ആണ് പറഞ്ഞത്. അപ്പൊ ഇശാ നമസ്കാരത്തിന്റെ ഫർദിന് ശേഷമുള്ള സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠത അല്ല എന്തിന്? തറാവീഹിന്. ഈ സുന്നത്ത് നിസ്കരിച്ചിട്ട് വേണം എന്തിനു വരാൻ? തറാവീഹിന് നിൽക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഉണർത്തിയത് പലപ്പോഴും ആളുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല, നിസാരവൽക്കരിക്കുന്നവരുണ്ട്. വേഗം തറാവീഹ് നിസ്കരിക്കാൻ, അതാണെന്ന് വലിയ സംഭവം വരുന്നു. അതിനേക്കാൾ ശ്രേഷ്ഠത ഉള്ളതാണ് ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ. റവാത്തിബ് എന്ന് പറഞ്ഞാൽ തന്നെ പതിവായി ചെയ്യേണ്ടതാണ്. അതിനാണ് ഈ റാത്തീബ് എന്നുള്ള വാക്കുന്നത്. പതിവായി ചെയ്യുന്നതാകുന്ന വിറുദുകൾ, ഔറാദുകൾ, പതിവായി ചെയ്യുന്നതാകുന്ന അമലുകൾ, അത് മുടക്കാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർന്നില്ല. നമ്മളിപ്പോ തറാവീഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെ എത്തിയപ്പോ? നമ്മള് സുജൂദെത്തി. സുജൂദിനിടയിലുള്ള ഇരുത്തം. ആ ഇരുത്തത്തിൽ 7 ദുആ ഉണ്ട് യഥാർത്ഥത്തിൽ. എണ്ണിക്ക്. റബ്ബി ഗഫിർലി പറഞ്ഞില്ലേ? റബ്ബി ഗഫിർലി. ആക്കി കേൾക്കുന്നില്ല. വറഹംനി ആക്കി, വജ്ബുർനി വർഫഇനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എത്ര ദുആ ഉണ്ട്? ഇനി മറക്കല്ലേ, എത്ര ദുആ ഉണ്ട്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട് നമ്മൾ 7 ദുആ ആണ് ഇടയിൽ ഇരുത്തത്തിൽ ചെയ്യുന്നത്? നമ്മളെങ്ങനെ ചെയ്യുന്നത്?
നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സാണ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനുള്ള ക്ലാസ്സാണ്. ഒച്ചപ്പാട് ഇടുന്നതിൽ എല്ലാ കാര്യം അറിവ് സമ്പാദിച്ചു പോകാം. ഇനിയെങ്കിലും നമ്മുടെ 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ 2 റക്അത്ത് ഏറ്റവും ബെനിഫിറ്റ് ഉള്ളതാക്കി മാറ്റി. അതിനാണ് ഇപ്പൊ പറയുന്നത് 7 വലിയ ദുആണ് റബ്ബി ഗഫിർലി. എന്തായാലും അർത്ഥം അല്ലാഹുവിന്റെ പാപം പുറത്തു തരണേ. ഇതൊന്നും മനസ്സറിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലാണ് പറയുക. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് സംസാരിക്കാൻ ശരിക്കും മനസ്സിലെത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞാൽ അള്ളാഹു ഉറപ്പായിട്ട് പാപം പുറത്തു തരും. നമ്മൾ ആരാ പറയുന്നത്? വേഗം കാര്യം തീർക്കാൻ. ഇടയിലേക്കുള്ള ഇരുത്തം ഇരുന്ന് അനക്കമടങ്ങിയതിനു ശേഷം വേണം എന്ന് പറയാൻ. അനക്കടങ്ങെന്ന് പറഞ്ഞാൽ പിന്നെ ചലനമൊന്നുമില്ല. അങ്ങനെ ഇരുന്നതിന് ശേഷം വേണം റബ്ബി ഗഫിർലി വറഹംനി, അല്ലാഹു എനിക്ക് നീ കരുണ ചൊരിയണേ അല്ലാഹ്, വജ്ബുർനി, എന്റെ കാര്യങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹ്. ഞാൻ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഒരു പേപ്പർ ശരിയാക്കാൻ വില്ലേജ് ഓഫീസിൽ കയറി നടക്കാൻ കൊല്ലം പറയും. എന്റെ കാര്യം നീ പരിഹരിക്കണം, വജ്ബുർനി, എന്റെ കാര്യങ്ങൾ നീ പരിഹരിച്ചു. ഇതിനൊക്കെ വലിയ ദുആ ഇല്ല സഹോദരങ്ങളെ. ഏറ്റവും വലിയ ദുആ ആണ് നിസ്കാരം. മനസ്സിലാക്കണം. ഇത് നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് നേരിട്ട് പറയാം. ഒരു മാധ്യമമില്ല, റബ്ബിനോട് നേരിട്ട് നമ്മൾ സമർപ്പിക്കണം. വജ്ബുർനി, എന്റെ കാര്യങ്ങളെ പരിഹരിച്ചു തരണം. വർഫഅനി, എന്റെ ദറജ നീ ഉയർത്തി തരണം. എന്നെ പല രീതിക്ക് താഴ്ത്താൻ വേണ്ടി പലരും പരിശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ BA കാരനാണ്, MA കാരനാണ്, പല തസ്തികയിലുണ്ട്, പല ഡിഗ്രി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴുള്ളതാകുന്ന ആ ബിരുദത്തിനനുസരിച്ചുള്ള ജോലിയൊന്നും ഇല്ല. കാരണം എന്താ? എന്നെ പലരും താഴ്ത്തി കെട്ടുകയാണ്. വർഫഅനി, എന്റെ പദവിയെ നീ ഉയർത്തി തരണം. ചിലർക്കുണ്ടല്ലോ ചില സ്ഥാനമാനങ്ങൾ സ്ഥാനക്കയറ്റം കെട്ടേണ്ട സമയമാവും. അപ്പൊ എന്തെങ്കിലും ജാതിയുടെ വിഷയം പറഞ്ഞ് അത് പറഞ്ഞ് അവിടെ തന്നെ ഇട്ടേക്കാൻ. ഇതൊക്കെ തടഞ്ഞ് എല്ലാം മുന്നോട്ട് കയറി പോകണമെങ്കിൽ അള്ളാഹുവോട് പറയണം വർഫഅനി. നാട്ടുകാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നീ ഉയർച്ച തരണം, ദുനിയാവിൽ തരണം. വർഫഅനി, എന്റെ ദറജ ആഖിറത്തിൽ ഉയർത്തണം. ഔലിയാക്കളുടെ തസ്തികയിലേക്ക്, മഹത്തുക്കളുടെ പദവിയിലേക്ക് എന്നെ നീ ഉയർത്തിക്കൊണ്ടു പോകണം. നിനക്കതിനെ സാധിക്കും. വർഫഅനി വർസുഖ്നി, എനിക്ക് നീ റിസ്ക് തരണേ അല്ലാഹ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, എല്ലാം ഉൾപ്പെടെ. റിസ്ക് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ കുഴിമന്തിയല്ല. ചിലരങ്ങനെ പ്രാഹത്തായിട്ട് ഫുഡെന്ന് മാത്രം മനസ്സിലാക്കി. റിസ്ക് എന്ന് പറഞ്ഞാൽ അതേ കരുതുന്നുള്ളൂ. നമുക്കതാ ചിന്ത എപ്പോഴും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചിന്ത പോകാൻ. റിസ്ക് വിശാലമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വീട്. ഈ സദസ്സിൽ എത്ര ആളുകളുണ്ട് സ്വന്തമായി വീടില്ലാത്തവർ? നല്ല വീട് കൊതിക്കണം, നല്ല വാഹനം നമുക്ക് അനുയോജ്യമായത്, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ഇതെല്ലാം ഉൾപ്പെട്ടതിനാണ് റിസ്ക് എന്ന് പറയാം. വിഭവങ്ങൾ അധികരിക്കാം. എനിക്ക് നീ റിസ്ക് അധികരിപ്പിക്കണേ അല്ലാഹ്, നീ തരണേ അല്ലാഹ്. പടച്ചവനോട് പറയും. തീർന്നില്ല. 6ാമത്തെ വഹ്ദിനി, എനിക്ക് നീ ഹിദായത്ത്, സന്മാർഗം നീ നിലനിർത്തി തരണം. നാട്ടില് ഒരുപാട് കള്ളത്തരീക്കത്തിരി, ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് ശരി, ഞങ്ങളോട് കൂടി സ്വർഗ്ഗം കാണിച്ചു തരാന്ന് പറഞ്ഞ് കൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. വ്യാജം. ആരാണ് ശൈഖ്, ഏതാണ് മോശപ്പെട്ടവൻ, ഏതാണ് ശരി എന്നൊക്കെ ഈ പാവപ്പെട്ടവൻ, വലിയ ഖുർആനും ഹദീസും അറിയാത്ത സാധുവാണ് ഞാൻ. എന്നെ നീ വഴിപിഴപ്പിച്ച് കളയരുത്. വഹ്ദിനി, എന്റെ ഹിദായത്ത് നീ നിലനിർത്തി തരണേ അല്ലാഹ്. അതെപ്പോഴും ചോദിക്കാണല്ലോ. നമ്മൾ നിസ്കാരത്തിലും ചോദിക്കുന്നതാ. ഫാത്തിഹ സൂറത്തിൽ ഹിദായത്ത് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഫാത്തിഹ സൂറത്തിലുള്ള ആകെയുള്ള ദുആ അതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ. 5 നേരവും 17 വട്ടം ചോദിക്കുക അല്ലാഹുവിനോട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫാത്തിഹ സൂറത്തിലുള്ള ആകെയുള്ള ദുആ അതാണ്. നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ, ഹിദായത്ത് തരണേ എന്ന് ചോദിക്കണം. ഇത് തന്നെയാണ് ഖുനൂത്തിൽ നമ്മൾ തേടുന്നത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത. ഒറ്റയ്ക്കും ബഹുവചനമായിട്ടും ഒന്നിച്ചൊക്കെ നിൽക്കുമ്പോൾ കാര്യത്തിൽ തന്നെയാണ്. അത് തന്നെ തേടുകയാണ്. വഹ്ദിനി, എനിക്ക് നീ ഹിദായത്ത് തരണേ. 6ാമത്തെ തീർന്നില്ല. വആഫിനി, എനിക്ക് നീ സൗഖ്യം നൽകണേ. ക്യാൻസർ ഉണ്ട്, ഓർമ്മശക്തി കുറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, വിഷയമുണ്ട്, എവിടെയെങ്കിലും ഒക്കെ കുഴഞ്ഞു വീഴാൻ, കൈകാലുകളൊക്കെ തരിപ്പുണ്ട്, കടച്ചിലുണ്ട്, പ്രഷർ, കൊളസ്ട്രോൾ, പലജാതി അസുഖങ്ങൾ. എനിക്ക് നീ സൗഖ്യം നൽകണേ അല്ലാഹ്. എത്ര മനോഹരമായ ദുആ ഇപ്പൊ നമ്മൾ വിശദീകരിച്ചു. ചെറുതായിട്ട് വിശദീകരിച്ചാണ്. ഇത് മാത്രം വിശദീകരിക്കണമെങ്കിൽ 7 ദിവസം വേണം. ഓരോ നമുക്ക് ചർച്ച ചെയ്യാം. അത്ര വിശാലമായ അർത്ഥം ഉൾക്കൊള്ളിക്കുന്ന മനോഹരമായ പ്രാർത്ഥനകളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി നമുക്ക് തന്നു നിസ്കാരത്തിൽ. പക്ഷെ നമ്മൾ ആ നിസ്കാരത്തെ നിസ്സാരവൽക്കരിച്ചു പെട്ടെന്ന്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് സ്പീഡിൽ പോണോ, റബ്ബി ഗഫിർലി, റബ്ബി ഗഫിർലി എന്നെങ്കിലും 2 പ്രാവശ്യം പറയും. ഏറ്റവും ചുരുങ്ങിയത് എപ്പോ തറാവീഹ് നമസ്കരിക്കുമ്പോൾ പറയുന്ന കേട്ടോ. തറാവീഹ് നമസ്കാരത്തിൽ നമുക്ക് കുറ്റമറ്റ രീതിക്ക് എങ്ങനെ തറാവീഹ് നമസ്കരിക്കാം, അതപ്പോ ചർച്ച ചെയ്യുന്നത്. ശരി, ധൃതിക്ക് പോണോ, 1-ാം തീയതി 20 റക്അത്ത് നമസ്കരിക്കാൻ സാധിക്കാതെ രാവിലെ ജോലിക്ക് പോകണം, ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്തു? റബ്ബി ഗഫിർലി, റബ്ബി ഗഫിർലി 2 വട്ടമെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പറയും. ഇത് പറയാതെ പോയാൽ ആ നമസ്കാരത്തിന്റെ പ്രശ്നമാണ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഇനി ചർച്ച ചെയ്യേണ്ടത് തഹിയ്യാത്ത്. കാരണം അടുത്ത സുജൂദ് നമുക്ക് അറിയാം. അവിടെ എന്ത് ചെയ്യണം? സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദിഹി. അത് 3 വട്ടം പറഞ്ഞേ പറ്റൂ. സുജൂദിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് പറയണം. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്.
സലാമുൻ അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുരുങ്ങിയ വാക്ക് പറയാട്ടോ. അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നബിയുടെ മേലുള്ള സ്വലാത്തിലാണ്, നബിയുടെ ആലിന്റെ മേലുള്ള കുടുംബാദികളുടെ മേലുള്ള സ്വലാത്തിലാണ്. കാരണം എന്താ? ലാസത്തെ തയ്യാത്താണ്, ഓരോ 2 റക്അത്തും അവസാനത്തെ തയ്യാത്താണ്. അത് കഴിഞ്ഞാൽ സലാം വിട്ട എല്ലാ അവസാനത്തെ തഹിയ്യാത്തിൽ നബിതങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു ദുആ ഉണ്ട്. അതോടെ കൊണ്ടുവരാതിരിക്കൽ കറാഹത്താണ്. ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി അദ്ദജ്ജാൽ. അത് കൊണ്ടുവന്നില്ല അടുത്ത കറാഹത്ത്. അല്ലാഹുമ്മ ലകാകുമാറാകും. ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, അതെ നമ്മുടെ തറാവീലെ ഒരു തീരുമാനം 19 കൊല്ലമായിട്ട് തിരിക്കും. അല്ലാഹുമ്മ ലകാകുമാറാകും. നമ്മൾ ഇത്രയും കാലം അറിവില്ലാത്തത് കൊണ്ടാണ്. അതിന് അഫുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയിപ്പോ പഠിച്ച് പിന്നെ ക്ലാസ്സിന് വരണ്ടായിരുന്നു, പഠിക്കാതെ അങ്ങനെ പോയാൽ മതിയായിരുന്നു, അത്രയും പെട്ടെന്ന് തീരുവരുത്. ഇപ്പൊ പഠിച്ചപ്പോ ഇനി എന്ത് വേണം? ഇനി അതനുസരിച്ച് അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത്തഹിയ്യാത്ത് ഓതിയിട്ട് എന്ത് വേണം? സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബാക്കി മറ്റേ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം ഇപ്പൊ വേണ്ട. ചെല്ലുന്നതിൽ തെറ്റിലാണ്. പൂർത്തിയാക്കി ചെല്ലലാണ് ഏറ്റവും ഹൈർ. വേഗം പോകുന്നവർക്ക് കുറ്റമറ്റ രീതിക്ക് നിസ്കരിക്കാൻ പറഞ്ഞു തരും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ശേഷം എന്താ പറയാ? എന്ത് അതല്ല, ഒരുപാട് അത് വേണ്ട. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അത് മാത്രം. അതുകൂടി ചൊല്ലിയിട്ട് വേണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇങ്ങനെ തറാവീഹ് നമസ്കരിച്ചു വയ്ക്കാൻ നല്ല റാഹത്ത്. അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ വേണം. ഇപ്പൊ ഈ കേട്ടത് മാത്രം പോരാ. ഇപ്പൊ ഇതിന് വരാത്ത നമ്മുടെ മക്കളുണ്ടാവും, നമ്മുടെ ഭർത്താവ് ഉണ്ടാവും, നമ്മുടെ ഭാര്യ ഉണ്ടാവും, നമ്മുടെ കുടുംബങ്ങളുണ്ടാവും. അവർക്കൊക്കെ ഉണർത്തണം. അതെ, ഇങ്ങനെ നമസ്കരിക്കണം. വജ്ജത്ത് തോന്നാൻ പോരുത്. വജ്ജത്തിന് ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹാനക്കല്ലാഹു വബിഹംദിക എന്നുള്ള ദിക്റെങ്കിലും ചൊല്ലി. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അതെങ്കിലും പറയും. അതുപോലെ തന്നെ അഊദു ഓതാതെ പോകരുത്. പതുക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാ 2 റക്അത്തിന് ശേഷം അടുത്ത റക്അത്തിൽ വീണ്ടും ഇതേപോലെ തന്നെ വജ്ജത്ത് ഓതണം. അതിന് ഏറ്റവും ചുരുങ്ങിയ പദം ഇതെങ്കിലും വരണം. അതോടൊപ്പം തന്നെ അഊദു ഓതണം. അടുത്ത റക്അത്തിൽ വേണ്ട. 2ാമത്തെ റക്അത്തിൽ പിന്നെ വജ്ജത്തും അതുപോലെ തന്നെ അഊദും വേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലരെല്ലാത്തിനും ആവർത്തിക്കാൻ നിൽക്കും. അത് വേണ്ട. കൈ കെട്ടുമ്പോൾ ആദ്യത്തെ തക്ബീറത്തിൽ ഒരാൾ കെട്ടിയാൽ ഉടനെയുള്ള കാര്യം പറഞ്ഞു. 2ാമത്തെ റക്അത്തിൽ വേണ്ട. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ മസല ക്ലിയറായോ? എല്ലാവരും ഉറക്കെ ചൊല്ലിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ സ്ത്രീകളുടെ ഭാഗത്ത് വരും, ബക്കറ്റ് വരും. എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായി സഹകരിക്കും. നമ്മുടെ ഈ പരിപാടിക്ക് മറ്റുള്ള വലിയ പിരിവുകളൊന്നുമില്ല. 1-2 ആളുകൾ ചെറിയ രീതിക്ക് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ അബ്ദുൽ വഹാബ് സാഹിബ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പെരുന്നാപ്പള്ളി. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഐശ്വര്യം അല്ലാഹു നസീബാക്കുമാറാവട്ടെ. അവരെ ഫ്ലക്സും മറ്റ് ഈ മറക്കുകൊണ്ടേക്ക് നമ്മുടെ യസ്വാരത്തിന്റെ അവരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റേജ് വർക്കും സ്ത്രീകളുടെ മറക്കൊക്കെ വേണ്ടി. അതുകൊണ്ടാണ് അവരുടെ ഒരു പരസ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിലർ ഓർക്കും അല്ലാഹ് ഉസ്താദ് യസ്വാരത്തിനെ കമത്തി ലക്ഷങ്ങൾ കടത്തിയിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ ചിന്തിക്കും. അവർ ഈ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ളതാകുന്ന സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. മറ്റ് ചിലവുകൾ മൈക്കിന്റെ ഒക്കെ നമുക്ക് അധികമായിട്ട് തരും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പുറത്തു വയ്ക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നസീബാക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെലവിലേക്കുള്ളത് നിങ്ങളെല്ലാവരും കഴിയുന്ന ഒരു സംഭാവന, ആരെ ബുദ്ധിമുട്ടിക്കുന്നതിന് പറ്റുന്നത് ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. വർണ്ണമായ പ്രതിഫലം ഇരുലോകത്തും അല്ലാഹു നസീബാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സന്തോഷകരമാകുന്ന ജീവിതം നമുക്ക് എല്ലാവർക്കും അല്ലാഹു സംജാതമാക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ്. അപ്പൊ ശ്രദ്ധിക്കണം, പാപമോചനം നമ്മൾ നേടിയെടുക്കണം. അതിനാണ് ഈ വിശുദ്ധമായ റമദാൻ. റമദാന്റെ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, കരിച്ചു കളയുക, പാപങ്ങളെ കരിക്കുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതില്ലെങ്കിൽ പോയി അതിനെന്തെല്ലാം മാർഗങ്ങൾ സമീപിക്കണം, അതൊക്കെ വേണം. അതിനാണ് ഒന്നാമതായി വരേണ്ടത് തൗബ. അതിനെ തെറ്റുകുറ്റങ്ങൾ പരിപൂർണമായി ചെയ്തു പോയത് ഓർത്തുകൊണ്ട് ഖേദമുണ്ടാവണം. 2, മുഖ്ലിഅൻ, ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്ന തെറ്റുകുറ്റങ്ങൾ പാടെ ഒഴിവാക്കണം. ഖലഅ എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം മരത്തിന്റെ വേരുകൾ പിഴുതെറിയ, വേരോടുകൂടി ഒരു മരത്തെ കൂടെ എടുക്കുമ്പോഴാണ് ഇത് പറയാ ഖലഅ എന്ന പദം ഉപയോഗിക്കുക. മുഖ്ലിഅൻ എന്ന് പറഞ്ഞാൽ പാപം ഒരു തരി പോലും അവശേഷിക്കാത്തതിലേക്ക് അത് പരിപൂർണമായി ഒഴിവാക്കുക. അപ്പോഴാണ് തൗബ സ്വീകാര്യല്ല. വെറുതെ നമ്മൾ തമ്പുരാനെ പാവം പുറത്തിറങ്ങി അല്ലാഹുവേ എന്റെ പാവം പുറത്ത് പറഞ്ഞിട്ട് അതുകൊണ്ട് കാര്യമില്ല. ഈ പാവം പുറത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ല ഖേദമുണ്ടാകണം ചെയ്തു പോയ ദുഃഖത്തെ കുറിച്ച്. 1, തൗബയുടെ നിബന്ധനകളാണ്. 4 നിബന്ധനകളാണ് തൗബയ്ക്കുള്ളത്. തൗബ ശരിയാകണമെങ്കിൽ 1 പറഞ്ഞത് ദുഃഖമുണ്ടാവണം. 2, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് പരിപൂർണമായി ഒഴിവാക്കണം. 3-മത്തേത് ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ തെറ്റ് ഭാവി ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം. നല്ല ഖേദമുണ്ടാകുന്ന ആള്, അഥവാ 1-മത്തെ നിബന്ധന ഉണ്ടാകുന്ന ആൾക്ക് ഉറപ്പായിട്ട് ഒന്നുണ്ടാവും. ഈ പറഞ്ഞ 3-മത്തെ നിബന്ധന ഓട്ടോമാറ്റിക്കായിട്ട് വരും. നല്ല ഖേദമുള്ളവൻ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല, ആ തെറ്റുകുറ്റച്ചിട്ട് പോകില്ല. ഖേദം ഇല്ലാത്ത ആളുകൾ വെറുതെ ഇങ്ങനെ കരഞ്ഞ ആമീൻ പറയാം, വെറുതെ കൂടെ ഇങ്ങനെ ആമീൻ പറഞ്ഞ് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി പോകുന്നവൻ ഉറപ്പായിട്ട് വീണ്ടും തെറ്റി. ആമീനൊക്കെ പറഞ്ഞ് റാഹത്തായിട്ട് വീണ്ടും നടക്കട്ടെ, അതിന് തൗബയല്ലേ ചെയ്തേക്കാം. അങ്ങനെ ഒരു 27-ന്റെ തൗബ, 25-ന്റെ തൗബ, ഇങ്ങനെ വെറുതെ തൗബ ചെയ്തിട്ട് പോകുമ്പോൾ വീണ്ടും ആ തെറ്റ് ചെയ്യാനുള്ള പ്രേരണയാണ്. അതിനാണ് പറഞ്ഞത് നല്ല ദുഃഖഭാരത്തോടുകൂടി പടച്ചവൻ അങ്ങനെ വന്നുപോയി, എന്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി, തെറ്റ് വന്നുപോയി എന്നുള്ള ദുഃഖത്തോടുകൂടി പടച്ചറബിലേക്ക് പൊട്ടിക്കരയുമ്പോഴാണ് അള്ളാഹു പുറത്തു തരിക. അള്ളാഹു തൗഫീഖ് തരട്ടെ. 3 നിബന്ധനകളെ: 1, ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ളതാകുന്ന ദുഃഖം. 2-മത്തേത് ആ തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിവായി നിൽക്കൽ. 3-മത്തേത് ഇനി ഒരിക്കലും ഭാവിയിൽ തെറ്റ് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം. 4 ഏറ്റവും മർമ്മപ്രധാനം. ജനങ്ങളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പരിപൂർണമായി പൂർത്തീകരിക്കണം. ഹക്കിടപാടുകൾ, സാമ്പത്തിക ഇടപാട്, കടം വാങ്ങിച്ചു, കടം കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ടുള്ളത് അവരെ കണ്ട് പൊരുത്തപ്പെടുക, പൈസ കൊടുത്തു വീട്ടണം, വാങ്ങിച്ചിട്ട് മുന്നിൽ നടക്കാൻ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ആളിങ്ങനെ ഓൺലൈൻ കൊണ്ട് നമ്മളിങ്ങനെ കാണുക, വാട്സാപ്പിൽ നോക്കുമ്പോൾ ഓൺലൈൻ എന്ന് കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വോയിസ് മെസ്സേജ് അങ്ങോട്ട് വിടുകയാണ്. അയ്യാരെ എന്റെ പൈസ ഇവിടുന്ന് അവിടുത്തെ സാധനം വരുന്നത് അപ്പോഴേ മുങ്ങി വെച്ച്. ഇതാണ് നമ്മുടെ കൗമിന്റെ അവസ്ഥ. പൈസ വാങ്ങിച്ചോണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, തിരിച്ചു കൊടുക്കാൻ പിന്നെ ആളില്ല. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഇതൊന്നും തൗബയാവൂല. അവനൊന്നും എത്ര കടന്ന് ലൈലത്തുൽ ഖദർ പരിശ്രമിച്ചാലും കിട്ടൂല. മനസ്സിലായിക്കോട്ടെ. ജനങ്ങളുമായിട്ടുള്ള ഹക്കിടപാടുകൾ തീർക്കണം. ഒരാളെ ചീത്ത വിളിച്ചാണോ ഓയോട് പൊരുത്തം ചോദിച്ചു, എന്തിനാ മടിക്കുന്നത്? ഇവിടെ ദുനിയാവിൽ വെച്ച് നേരെ കൊണ്ടുകൊണ്ടങ്ങ് ചോദിച്ചാൽ തീരും. നാളെ മശറയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മുന്നിൽ വശമാകുന്നതിനേക്കാൾ വലിയ വിഷയമൊന്നുമില്ല ഇവിടെ. പക്ഷെ നമ്മുടെ മനസ്സും കൊണ്ട് സമ്മതിക്കണം. അതാ പറഞ്ഞത്, ശഅബാനിൽ റെഡിയാക്കണമായിരിക്കും എന്ത് മനസ്സിനെ ആ മാസത്തിനെ ക്ലിയർ ചെയ്തെങ്കിലേ ഈ റമദാൻ വരുമ്പോൾ എല്ലാം റാഹത്താവും, നോമ്പ് കൊണ്ട് എല്ലാം ഫലവത്താവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശഅബാനിൽ ശരിയാക്കാത്തവർ ഇനി ശരിയാക്കണം. ഇവിടെ വെച്ചുകൊണ്ട് പൊരുത്തം ചോദിച്ചെങ്കിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് 83 വർഷം നീ തപസ്സിരുന്നാൽ കിട്ടുന്നതാകുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠത ഒറ്റ രാത്രി കൊണ്ട് കിട്ടും. 83 വർഷം കിട്ടുന്ന അമല നല്ല പറഞ്ഞത്. അങ്ങനെ ചില ആളുകൾ അർത്ഥം വെക്കുന്നുണ്ട്, തെറ്റാണത്. എന്ന് പറഞ്ഞാൽ 83 വർഷം 1000 മാസങ്ങൾ ചെയ്യുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠത എന്നാണ് അർത്ഥം. എത്രയാണ് നമുക്ക് കണക്കില്ല, അതിനേക്കാൾ ഉപരി അത് അല്ലാഹു തരും. ഏതുപോലെ ഒരാളുടെ ഇഖ്ലാസിന്റെ വർണ്ണമനുസരിച്ച് റമദാനിൽ ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു ഫർദിന്റെ പ്രതിഫലം, ഒരു ഫർദ് അനുഷ്ഠിച്ചാൽ 70, 700, 7000, 7 ലക്ഷം എത്രയാണെന്ന് അറിയില്ല. അത് അല്ലാഹു നിശ്ചയിക്കാൻ. അവന്റെ മനസ്സിന്റെ ഇഖ്ലാസാണ്. അപ്പൊ ഹൃദയത്തിലേക്ക് നീ എത്ര ഹൃദയവിശാലതയോടുകൂടി ചെയ്യുന്നു, താല്പര്യത്തോടുകൂടി ചെയ്യുന്നു, എന്നാൽ നീ രക്ഷപ്പെട്ടു. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ. നോമ്പ് തുറ വെച്ചു, ഒരാളെ നോമ്പ് തുറപ്പിച്ചു, അല്ലെങ്കിൽ ഒരു സാധുവിന് ഒരു 10 രൂപ കൊടുത്തു. അപ്പോഴേ കൊടുക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് എടാ മൊബൈലിൽ നിന്ന് എടുത്തു പിടിച്ചു കവറിൽ നിന്ന് പിടിച്ചു നാട്ടുകാരെ കാണിക്കുക. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഞാനിപ്പോ ഇന്നലെ ഭീമാപ്പള്ളി നമ്മൾ വരുമ്പോൾ ജുമായ്ക്ക് പോകുമ്പോൾ ഒരു സഹോദരൻ വിളിച്ചിട്ട് ജുമാ കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ തിരക്കാണ്. ഞാൻ 3 മണിക്ക് എനിക്ക് ട്രെയിനാ, ഞാൻ പോരും 2-2:15 ജുമാ കഴിയും. എന്റെ ജുമാ എപ്പോഴും ഇച്ചിരി ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഖബർ സിയാറത്തും കഴിയുമ്പോഴത്തേക്ക് ടൈം 2:30 പിന്നെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സമയമുള്ളൂ, ബുദ്ധിമുട്ടാണ്. അപ്പൊ ജുമായ്ക്ക് നോക്കുമ്പോൾ അയാൾ ഓടി വന്നു. ഞാനവിടെ എത്തിയപ്പോ വന്നിട്ട് പറഞ്ഞു, സാധിക്കൽ കരി കൊടുക്കുന്ന എല്ലാ വർഷവും കൊടുത്തോണ്ടിരിക്കുന്നതാണ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വന്നാൽ കൊള്ളാം. ഞാൻ ആയിക്കോട്ടെ, ജുമാ കഴിഞ്ഞോട്ടെ, ഞാൻ പോകുന്ന വഴിക്ക് പെട്ടെന്ന് വരാം. അങ്ങനെ ഓടി ഏകദേശം 2:35 ഓടി അവിടെ ചെന്ന് പെട്ടെന്ന് ഒരു ഫാത്തി പോയി. ഞാൻ ഞെട്ടിപ്പോയി. അയാളൊരു റൂം തുറന്ന് കാണിച്ച് നോക്കിയപ്പോൾ ഒരു 150 ചാക്ക് അരി. നമ്മുടെ ഒരു മനസ്സിന് കണക്കൂട്ടലുണ്ട്. ആരോഗ്യം ഒരു കാര്യം ആ കരി എടുത്ത് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 പേർക്ക് എന്തെങ്കിലും
150 ഒരു ഗോഡൌണി വെച്ചിരിക്കുന്നത് എനിക്ക് തുണിക്കച്ചവടമാണ്. ഞാൻ ഭീമാപ്പള്ളിയുടെ വാതിക്കൽ തന്നെ അൽമാഹിദ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ്, ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ്, ഇത് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു 10-30 കൊല്ലമായിട്ട് ചെയ്തു വരാം. വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയാതെ ഇമാം എന്ന നിലയ്ക്ക് എന്നെ വിളിച്ച് ചെറിയ ദ്വാരപ്പിക്കൽ, അത്രമാത്രം. ഫോട്ടോ പരിപാടി ഒന്നുമില്ല, ഒരു വീഡിയോ കൊണ്ടുവന്ന് കാണിക്കലൊന്നുമില്ല. ആ നാട്ടിലുള്ള സാധുക്കൾക്ക്, ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളുടെ സാധുക്കൾക്കൊക്കെ ഈ മനുഷ്യൻ കൊടുക്കുക 150 കിലോ 150 ചാക്കോളം അരി. അത് എത്ര കിലോന്നുണ്ടാവും എടുത്തു വെച്ചിരിക്കുക. അത് മുഴുവൻ കൊടുക്കണം. ഇതാണ് ചിലർ ചെയ്യുന്നത്. അയാളെ കാണാനോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ആ രീതിക്കുള്ള വസ്ത്രവിധാനം മോശമാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ സീതാ മനുഷ്യനെ പോലെയാണ് അയാൾ കാണിക്കുന്നത്. സാധാ സീതാ മനുഷ്യൻ ഒരു പോക്കറ്റൊക്കൊന്നും വലിയ ഒന്നും എല്ലാം കീറി പറഞ്ഞപ്പോൾ ഒരു ഉടുപ്പും ഒരു ചെറിയ സാധു മനുഷ്യൻ. പക്ഷെ അയാളുടെ മനസ്സാണ്. നോക്കൂ നിങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ഒരാളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുക. പടച്ചോൻ ചെയ്യുന്ന അയാളുടെ ഹൃദയത്തിലേക്ക് നോക്കാൻ. അമല് നിസ്സാരമല്ല, വലിയ അമലാണ്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ അരി വെച്ച് എത്ര കുടുംബങ്ങൾ ഈ റമദാനിൽ തന്നെ നോമ്പിന് മുമ്പായിട്ട് നമ്മൾ ഇരുന്നതിന് മുമ്പ് എത്ര വീടുകൾ ആ അരി. ചെറിയ കാര്യം ഇത് നമുക്കും പഠിപ്പിക്കുന്നില്ലേ? റമദാനിലെ നോമ്പുകളുടെ അപാകതകൾ പരിഹരിക്കാനാണ് എന്നുള്ളത്. ഫിത്ർ സക്കാത്ത് 2.5 കിലോ അരി അല്ലെങ്കിൽ 2.750 2.800 എന്നൊക്കെ നമ്മൾ പല കണക്കുകൾ കേൾക്കും. ചിലർക്ക് എല്ലാ മാസവും എല്ലാ വർഷവും ഉസ്താദുമാർ ഇങ്ങനെ മാറ്റി പറയാം. അതെന്താണെന്നറിയോ? അരി തൂക്കം പലതാ. നമ്മുടെ നെയ്ച്ചോറിന്റെ അരിയും ബിരിയാണി അരിയും ബസുമതി അരി വേറെ റൈസും തൂക്കുമ്പോൾ ഓരോ തൂക്കത്തിനും ഓരോ അളവാണ് കറക്റ്റ് വരുന്നത്. ഇപ്പൊ 2.5 കിലോ ഒന്ന് തൂക്കിയാൽ അത് കുറച്ചുണ്ടാവുള്ളൂ, അതിന് വേറെ അളവ് വ്യത്യാസം. അതുകൊണ്ടാണ് സൂക്ഷ്മത പ്രകാരം എപ്പോഴും ഒരു 2.700 അല്ലെങ്കിൽ 2.750 വെക്കാൻ ഉസ്താദുമാർ പറയുന്നതിന്റെ കാര്യത. കാരണം ഇന്നത്തെ കാലത്ത് അരി പല മോഡൽ വരുന്നുണ്ട്. അപ്പോൾ 2.600 2.700 ഒക്കെ വെച്ചേക്കാം. 2.400 മതി എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. ഞാൻ ഒരാൾ അമല ചെയ്ത് ഇത്ര നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്, അതിനൊന്നും കുറ്റമില്ല. നമ്മൾ എപ്പോഴും ഒരു കൂടുതൽ ഇരിക്കട്ടെ, കുറേ ഉണ്ടല്ലോ, മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വീട്ടിലുള്ള ഒരാളുടെ തലയ്ക്ക് എണ്ണിക്കൊണ്ട് 5 പേരാണെങ്കിൽ 5 പേരുടെ കണക്കാക്കിക്കൊണ്ട് ആ രീതിയിൽ കൊടുക്കാം. 12.5 കിലോ മാറ്റി വെക്കാം, 2.5 വെച്ച് ഉദാഹരണം. അങ്ങനെ ഓരോരുത്തർക്ക് കണക്ക് ചെയ്തിട്ട് ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കും. ചിലർ സംശയം ചോദിക്കാറുണ്ട്, ഇത് നോമ്പ് ഒന്നിനും കൊടുക്കുന്നതിന് വിഷയമൊന്നുമില്ല. നോമ്പ് 1 മുതൽക്ക് കൊടുക്കൽ അനുവദനീയം. ഫിത്ർ സക്കാത്തിന്റെ അരി യഥാർത്ഥത്തിൽ ഇത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഏറ്റവും ശ്രേഷ്ഠത എപ്പോഴാണ്? പെരുന്നാളിന്റെ പിറ കണ്ടത് മുതൽ പരിശുദ്ധമായ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി കൊടുക്കാനാണ് ഏറ്റവും ശ്രേഷ്ഠത. ശ്രേഷ്ഠതയുള്ള സമയതാണ്, ഏറ്റവും നല്ലതാണ്. എന്നാൽ ഒരാൾ നേരത്തെ തന്നെ റമദാൻ 1 മുതൽക്ക് കൊടുക്കൽ അനുവദനീയമാണ്. പക്ഷേ ഉസ്താദുമാർ ഉലമാക്കൾ കൃത്യമായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടു പെരുന്നാളിന്റെ അന്നത്തെ സുദിനത്തിൽ ഇവൻ കൊടുക്കാനും മറ്റേ ആൾ വാങ്ങാനും അർഹതയുള്ളവരായിരിക്കണം. ഉദാഹരണം, പെരുന്നാളിന്റെ അന്നത്തെ ദിവസം അവൻ പണക്കാരനായി, നമ്മളെന്തായി പാവപ്പെട്ടവനായി. ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ കൊടുക്കൽ എന്താവൂല, അത് ഫിത്ർ സക്കാത്തായിട്ട് കണക്കാക്കൂല. സാധാരണ രീതിയിൽ അങ്ങനെ റമദാൻ കൊണ്ട് ഒറ്റ മാസം കൊണ്ട് അങ്ങനെ ആരൊന്നുമില്ല, പണക്കാരിലേക്ക് പോകൂല. അപ്പൊ എപ്പോഴേ കൊടുത്തു തുടങ്ങാം? റമദാൻ 1 മുതൽക്ക് തന്നെ കൊടുത്തു തുടങ്ങാം. ഉദാഹരണം, പക്ഷെ ശ്രേഷ്ഠത കണ്ടത് മുതൽക്കാൻ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് കൊടുക്കുക. ഒന്നുകൂടി മാറ്റാൻ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുമല്ലോ, അതിന് മുമ്പ് കൊടുക്കുക. പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ഒന്നുകൂടി മാറ്റാൻ. സാധാരണ അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ കൊടുത്തു വരുന്നത്. അത് തന്നെ മതി. ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഈ ഒരു അരി വിതരണം അവനവന്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാകുന്ന ധാന്യമാണല്ലോ ഫിത്ർ സക്കാത്തിന് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ അരിയാണെങ്കിൽ മറ്റു ചില നാടുകളിൽ ഗോതമ്പ്. അവരവരുടെ നാടുകളിൽ ഏതാണോ മുഖ്യമായി ഉള്ളതാകുന്ന ആഹാരം അതാണ് കൊടുക്കുന്നത്. ഇതെന്തിനാ? ഒരുപാട് വീടുകളിലേക്ക് ഈ ധാന്യമണികൾ ചെല്ലുന്നു. അവരുടെ ഒക്കെ ദ്വാബറക്കത്തുകൊണ്ട് നമ്മുടെ നോമ്പിനുള്ള അപാകതകൾ പരിഹരിക്കും. സകാത്തുൽ ഫിത്രി തുഹറത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസി. സയ്യിദുനാ റസൂലുള്ളാഹി. ഫിത്ർ സകാത്ത് എന്ന് പറയുന്നത് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി ഒഴിവായി നിന്റെ നോമ്പിനെ സംരക്ഷിക്കാനാണ്. നോമ്പിൽ വന്ന അപാകതകൾ, എന്തെങ്കിലും പോരായ്മകൾ നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല. നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രവണതകൾ കൊണ്ട് വന്നു പോയിട്ടുണ്ടാവും. മനുഷ്യനല്ലേ, ഒരു നോട്ടം കൊണ്ടോ എന്തെങ്കിലും ഒരു ചിരി കൊണ്ടോ മറ്റൊരാൾ എന്തെങ്കിലും ഒക്കെ ആംഗ്യം കൊണ്ടോ ആർക്കെങ്കിലും നോവൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വന്ന അപാകതകൾ പരിപൂർണമായി പരിഹരിക്കപ്പെടാൻ ഈ സകാത്തുൽ ഫിത്ർ കൊണ്ട് സാധ്യമാകും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാപം ഉറപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പരിപൂർണമായി മുറുകെ പിടിക്കണം. അതിൽ പെട്ടതാണ് തൗബ. അതിന് ജനങ്ങളോടുള്ള ഇടപാടുകൾ പൂർത്തീകരിച്ചെങ്കിലേ തൗബയുടെ നിബന്ധന പൂർത്തിയാകും. ജനങ്ങളായിട്ടുള്ള എല്ലാ ഹക്കിടപാടുകളും പൂർത്തീകരിക്കണം. സമ്പത്താണെങ്കിൽ അങ്ങനെ, ആരെങ്കിലും അപമാനത്തിന് ശതം വരുത്തുകയാണെങ്കിൽ അങ്ങനെ നിർബന്ധമായി അവരെ കണ്ട് പൊരുത്തപ്പെടിക്കും. ഒരു മടിയും വെക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബത്തിനോട് ചോദിച്ചു, മനിൽ മുഫ്ലിസു മനിൽ മുഫ്ലിസു. സഹാബത്തെ ആരാണ് പാവപ്പെട്ടവനെന്നറിയുമോ? സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫിനാ വല്ലാ ദിർഹമ ലഹു വലാ മതാ. നമ്മളിലുള്ള പാവപ്പെട്ടവൻ ഏറ്റവും
പാവപ്പെട്ടവനായി ഞങ്ങൾ കണക്കാക്കുന്നത് സമ്പത്തില്ലാത്തവനാണ്, ദിർഹമില്ലാത്തവനാണ്, ദീനാറില്ലാത്തവനാണ് നബിയേ. പൈസ ഇല്ലാത്തവൻ ഞങ്ങൾക്കിടയിലെ പാവപ്പെട്ടവനാണ്, പാവപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല, സമ്പത്തില്ലാത്തവനല്ല യഥാർത്ഥ പാവപ്പെട്ടവൻ കേട്ടോ. യഥാർത്ഥ പാവപ്പെട്ടവൻ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, വലാകിനൽ മുഫ്ലിസൂ, യഥാർത്ഥ ദരിദ്രനാണെന്നറിയുമോ, യഅതി യൗമൽ ഖിയാമ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ ഒരുപാട് അമലുകളുടെ കൂമ്പാരമായി, നിസ്കാരമായി, നോമ്പായി, ഹജ്ജായി, നമസ്കരിച്ചതാകുന്ന നമസ്കാരങ്ങളുമൊക്കെയായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുമ്പോ അവന് എതിരിൽ ചില ആളുകൾ അല്ലാഹുവിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, അത് ശതമഹാദാ വസഫക ദമഹാദാ, ഇവൻ ഇന്നാലിന്റെ മനുഷ്യനെ ചീത്ത വിളിച്ചവനാണ്, ഇവൻ ഇന്നാലിന്റെ മനുഷ്യനെ കൊലപാതകം നടത്തിയവനാണ്, ഇവൻ റമദാനിൽ പോലും മോശപ്പെട്ടതാകുന്ന ശൈലി അവലംബിച്ചവനാണ്, ആളുകളെ ചീത്ത വിളിച്ചവനാണ്, ശകാരിച്ചവനാണ്, ജനങ്ങളുടെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്നവനാണ്, ഹറാമായ തലത്തിലേക്ക് നാവിനെ കൊണ്ടുപോയവനാണ്. നാല് പേര് കൂടിയിടതാകുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇവനെ പരസ്യമായി അടിച്ചവനാണ്. അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അമലുകളുമായി വന്ന മനുഷ്യനെ എതിരിൽ ആളുകളെ പടച്ചറപ്പിന്റെ ദർബാറിൽ പറയുമ്പോ അല്ലാഹു പറയുകയാണ്, ഇവന്റെ അമലുകൾ മുഴുവനും പരിപൂർണമായി സാധുക്കൾക്ക് വീതിക്കണേ. ഇവരാരൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ടോ അവരിലേക്ക് ഇവരുടെ അമലുകൾ മുഴുവനും വീതിക്കണേ എന്ന് അല്ലാഹു പറയവേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അമലുകൾ മുഴുവനും കൊടുത്ത് അവന്റെ നമസ്കാരങ്ങൾ നൽകി, നോമ്പുകൾ കൊടുത്തു വീട്ടി, സകാത്തുകൾ കൊടുത്തു, അവൻ ചെയ്തു വെച്ച ഹജ്ജും കൊടുത്തു വെച്ചു. അവസാനം ഒന്നുമില്ലാതായി വരുമോ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ഇവനിലേക്ക് അല്ലാഹു ചുമത്തുമേ. ഒരുപാട് നമസ്കാരവും ഒരുപാട് നോമ്പുമായി വലിയ പ്രതീക്ഷയോടുകൂടി സ്വർഗത്തിൽ കടക്കാമെന്ന് കരുതി വന്ന മനുഷ്യനാണ്. ജനങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞ്, ജനങ്ങളെ ചീത്ത വിളിച്ച്, അവരെ അടിച്ച് ശകാരിച്ച് ഈ ദുനിയാവിൽ അഹങ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനങ്ങളുടെ പാപഭാരം മുഴുവനും ഇവനിലേക്ക് നൽകുമേ. അത് കാരണമായി നരകത്തിൽ ഇവനെ വലിച്ചെറിയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിൽ പോകാൻ കാരണമായി അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു പെട്ടി അമലായിട്ട് വന്ന നിസ്കാരം, നോമ്പ്, ഇപ്പൊ സ്വർഗ്ഗത്തിൽ പോകുന്ന വലിയ ധൈര്യം വന്ന മനുഷ്യനാണ്. വന്നപ്പോ ആളുകൾ പരാതിയായിട്ട് ഇവന്റെ അമലക്കായിട്ട് വന്നിരിക്കും, നിസ്കാരം വലിയ തറാവീഹ് അതുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവൻ ഇന്നാൾ അവിടെ പരസ്യമായിട്ട് വെച്ച് ആ പുള്ളിമാൻ ജംഗ്ഷനിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചു. ആണോ പുള്ളിമാനെ ആര്യാരെ കൊടുത്തു, അവന്റെ എല്ലാ അമലും എടുക്കും കൊടുത്തേക്കട്ടെ, ആ നിസ്കാരം എല്ലാം കൊടുക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവസാനം നിസ്കാരം കൊടുത്തിട്ട് തീരുന്നില്ല, അത്ര വലിയ കുറ്റം ചെയ്തവനാ. കുറച്ച് നോമ്പ് കൊടുക്കും. അപ്പൊ വേറൊരുത്തം വന്നിട്ട് പറയുന്നത്, ഇവൻ എന്നാണ് അവിടെ വെച്ച് ചീത്ത വിളിക്കാൻ തരാം, എന്നെ അടിച്ചാലും ബക്കറ്റോടെ എന്നെ തലക്കടിച്ചു. ആണോ കൊടുക്കണം, അവന് കൊടുക്കും, നിന്റെ നോമ്പ് മൊത്തം കൊടുക്കും. ഇതെല്ലാം കൊടുത്ത് നിസ്കാരവും ഹജ്ജും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെയും ആളുകൾ ഇങ്ങനെ പരാതി പറയാം. അപ്പൊ അവരുടെ എല്ലാ കുറ്റങ്ങളും ഈ വന്ന് പരാതി പറയുന്നവരൊക്കെ കുറ്റം ഉണ്ടാവുമല്ലോ, അവരൊക്കെ പല തെറ്റും ചെയ്തിട്ടുണ്ട്. ആ കുറ്റം എടുത്തല്ലേ ഇവന്റെ പിടിച്ചു കുറച്ച് വെക്കാം, പെട്ടിയൊക്കെ റാഹത്തായിട്ട് നിറക്കണ്ടേ, പെട്ടി എന്തായാലും കാര്യമായി വന്ന പെട്ടി നിറച്ചു തരാം, റാഹത്തായിട്ട് അങ്ങോട്ട് കൊടുക്കും. അവസാനം പെട്ടി മുഴുവൻ തെറ്റുകുറ്റങ്ങളാൽ നിറയും. ഈ കാരണത്താൽ അവൻ നരകത്തിലേക്ക് പോകാൻ കാരണമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് ഞാൻ പറയുന്നത്, ജനങ്ങളുമായിട്ടുള്ള ഇടപാട് നിസ്സാരാക്കി വെക്കരുത്. ഇത് ദുനിയാവ് തീരും. ഏറ്റവും നല്ല സമയം റമദാൻ. കാരണം റമദാനായതുകൊണ്ട് ഒരു പൊരുത്തം ചോദിക്കാൻ റാഹത്താണ്. മിക്ക ആളുകളും പൊരുത്തം തരും. റമദാനായോണ്ടാണല്ലോ ചോദിക്കുന്നത്. റമദാനൊക്കെയാണ് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ടവർ 95% ആളുകൾ തരും. അല്ലാത്ത കടുകട്ടിയോളം തരത്തില്ല. ആയിക്കോട്ടെ, അവനത് മുഷിക്കായിട്ട് നമ്മൾ ചോദിക്കാൻ വിളിക്കരുത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാലും അത് അസ്ഥാനത്തെന്നാണ് തുഹഫയിലുള്ളത്. അങ്ങോട്ട് പോയിരുന്ന സലാം പറഞ്ഞ അസ്സലാമു അലൈക്കും, ഇതിനെ പഠിക്കണം, കൊച്ചുമായിട്ട് പണക്കം, കൊച്ചാപ്പാട് പണക്കം, അയൽവാസിയോട് പണക്കം. എന്തിനാ തോന്നല, ഇതെന്തിനെ പണക്കം? ഇത് ആർക്കും കൊണ്ടുപോകാൻ? കല്യാണത്തിന് പോയാലും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കില്ല, അവരിങ്ങോട്ട് എന്നെ നോക്കി എന്റെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും പറയട്ടെ, എന്നിട്ട് പോയാൽ മതി. വീട്ടിൽ നിന്ന് പോകുമ്പോഴേ മക്കളോടും ഭാര്യയോടും ഒക്കെ പറഞ്ഞു കൊടുക്കും. അതെ, അവിടെ എത്തുമ്പോൾ അവരെ കാണാൻ വന്ന് മൈൻഡ് ചെയ്യാൻ ഇവിടുന്ന് പറഞ്ഞ് ക്ലാസ് കൊടുത്തു വിടുക. കല്യാണത്തിന് പോകുന്ന കാര്യമായിട്ട് എന്തിനാ കല്യാണത്തിന് പോകുന്നത്? 10 പേര് കൂടി ഒരുമിച്ച് സൗഹൃദ ബന്ധം സ്ഥാപിച്ച് കുടുംബബന്ധം ചേർക്കാൻ പോകുന്നിടത്ത് ഇവിടുന്ന് തന്നെ പെണ്ണുങ്ങൾ ക്ലാസ് കൊടുക്കും. നിങ്ങളങ്ങാണ് അവിടുന്ന് വർത്താനം പറയുന്ന കണ്ട, പിന്നെ വൈകിട്ട് വേട്ട അപ്പൊ തന്നെ വർത്താനം.
നല്ല പെടുകളെ ഇതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അല്ല, അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. അങ്ങനെ പറയുന്നവരും ശരിയല്ലേ? അവിടെ പോകുമ്പോൾ നിങ്ങൾ അവരോട് വർത്താനം പറയാൻ മൈൻഡ് ചെയ്യരുത്. അവരെത്രയാണെങ്കിലും തിരിഞ്ഞു നേക്കണം. അവര് വല്ല ഇങ്ങോട്ട് മിണ്ടാൻ വന്നാൽ അല്ലാതെ നിങ്ങളായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യരുത്. പോയി വേണ്ട അവിടെ മൈൻഡ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ വല്ല അവിടെ വെച്ച് കണ്ടാലും എന്റെ തനി സ്വഭാവം അറിയും. നിങ്ങൾ വൈകിട്ട് കൂടെ വാ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ക്ലാസ് കൊടുത്താണ് വിടുന്നത്. വീട്ടിൽ നിന്ന് വിടുമ്പോൾ തന്നെ ഇതാ ക്ലാസ്. പിന്നെ അങ്ങനെ നന്നാവും. അപ്പൊ അസ്സലാമു അലൈക്കും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് സലാം പറയുന്നവന് സ്വർഗം. സയ്യിദുനാ റസൂലുള്ളാഹി സലാം പറയൽ സുന്നത്ത്, മടക്കൽ നിർബന്ധമാണ്. അവൻ മൈൻഡ് ചെയ്തില്ല, അവനെ ശിക്ഷ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ അസ്സലാമു അലൈക്കും പറഞ്ഞേക്കാം. ചിലരുണ്ട് അവരിങ്ങോട്ടൊക്കെ വരുമ്പോൾ വെറും കൈയോടെ വരുന്നത്. അവിടെ നമ്മൾ അങ്ങനെ പോയാൽ മതി. ഇന്നാണ് അവർ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പൈനാപ്പിളിന്റെ സാധനമാണ്. അപ്പോൾ അത് രണ്ടിൻ്റെ തന്നെ ചീഞ്ഞ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഒരെണ്ണം കൊടുത്താൽ പൈനാപ്പിൾ തന്നെ. അപ്പോൾ മനസ്സിലാവണം, നീ ഇന്നാൾ കൊണ്ടുവന്ന പൈനാപ്പിളാണ് നമുക്ക് ബോധം വരും. ഇങ്ങനെ വരെ ഭാരം ഒരു വട്ടം ഇവിടെ വന്നപ്പോ എന്ത് ചെയ്തു? വെറും കൈയോടെ വന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് വെറും കൈയോടെ വന്നു. അപ്പൊ അവർ നോക്കാടി നമ്മുടെ വീട്ടിലൂടെ ഉമ്മ ഉണ്ടല്ലോ, ഇവിടെ വാപ്പ ഉണ്ടല്ലോ, എന്നിട്ട് അവർ വെറും കൈയോടെ വന്നെന്താ ഒന്നും കൊണ്ടുവരാനും. അപ്പൊ നമുക്ക് അങ്ങോട്ട് അതേപോലെ ചെല്ലുമ്പോൾ അവർ പഠിക്കുള്ളൂ. ഇതൊക്കെയാണോ ഇതൊക്കെയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് മക്കൾക്ക്? ഇതൊക്കെയാണോ ദീന്? അവരിങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല. അവരുടെ അവസ്ഥ അതായിരിക്കാം. ഇനി അവരുടെ അവസ്ഥ വളരെ ഹൈറാണെങ്കിലും നമ്മൾ അൽഹംദുലില്ലാഹ് ഉള്ളതിൽ റാഹത്തായിട്ട് പുതിയ കിട്ടാൻ നോമ്പാണാൻ വന്ന കൊല്ലുമാണ്ട് 500 കൈവിടെ കൗർക്ക് കൊടുക്കും. അവരുടെ ഉറപ്പാണത്. മരിച്ച മണ്ണോട് ചേർന്നാലും നിനക്ക് അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ കൊടുത്തോണ്ടേയിരിക്കാം. നീ എല്ലാവർക്കും നല്ല മാപ്പ് ചെയ്ത് എല്ലാവർക്കും നീ നല്ലതുപോലെ ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി നബിയെ അവരെ അങ്ങോട്ട് ഇങ്ങോട്ട് മിണ്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യണം? മിണ്ടണോ? നബി തങ്ങൾ പറഞ്ഞു, നീ അങ്ങോട്ട് പോയി സംസാരിക്കണം. ഒരിക്കലും പിണങ്ങി നിൽക്കരുത്. പിണങ്ങി നിന്നാൽ അത് കൂടുതൽ വഷളാകുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അസ്സലാമു അലൈക്കും പറഞ്ഞ അങ്ങോട്ട് കേട്ടോ. റമദാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടാത്ത വിഭാഗങ്ങളിൽ പെട്ടവരാണ് മുശാഹിദ്. നബിയുനാ റസൂലുള്ളാഹി ആരാണ് മുശാഹിദ്? നബിയേ, രണ്ട് മുഅ്മിനീങ്ങൾ തമ്മിൽ പരസ്പരം പിണങ്ങി നിൽക്കലാണ്. അവർക്കിടയിൽ പൊരുത്തപ്പെടിക്കാതെ ലൈലത്തുൽ ഖദ്റിൽ മലായികത്ത് കടന്നു വന്ന് അവരിലേക്ക് കരുണ ചൊരിയുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബ ബന്ധം ചേർക്കാത്തവരില്ലേ, അയൽപക്ക ബന്ധങ്ങൾ ചേർക്കാത്തവരില്ലേ, സാമൂഹ്യ ബന്ധങ്ങൾ ചേർക്കാത്തവരില്ലേ, മനസ്സിലാക്കേണ്ട പാഠമാണ്. അതുകൊണ്ട് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണമെങ്കിൽ അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് ജനങ്ങളോടുള്ള ഇടപാട്. എങ്കിൽ അള്ളാഹു അള്ളാഹുവിന് സാരക്കാരല്ല, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് അള്ളാഹു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം അതികഠിനമാകുന്ന വരൾച്ചയാണ്. മഴയില്ലാതെ വിഷമിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുകയാണ്, അല്ലാഹ് ഞങ്ങൾക്ക് നീ മഴ വർഷിച്ചു നൽകണേ അല്ലാഹ്. ഇസ്രായേലി ജനതയുമായി പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരമുയർത്തി ദുആ ചെയ്തപ്പോ ഇലാ മൂസാ, അല്ലാഹു മൂസാ നബിയിലേക്ക് ഉത്ബോധനം നടത്തുകയാണ്. മൂസാ, പാപം ഞാൻ പുറത്തു തരില്ല കേട്ടോ, നിങ്ങൾക്ക് മഴ ഞാൻ വർഷിച്ചു നൽകില്ല കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വലിയ തെറ്റുകാരനായി 40 വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് മഴ ഞാൻ വർഷിച്ചു നൽകുകയില്ല. മഴ വർഷിച്ചു നൽകണമെങ്കിൽ, മഴ തരണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ വലിയ ദോഷിയെ നിങ്ങളുടെ സദസ്സിൽ നിന്ന് പുറത്താക്കണം. 70,000 പേരുണ്ട്. ആരാത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭയങ്കര ദേഷ്യക്കാരനും കൂടിയാണ്, അതുപോലെ കാരുണ്യമുള്ള വ്യക്തിയാണ്. എന്നാൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ദേഷ്യമായി. കാരണം കൗം വലിയ തെറ്റി എന്ന് ഒരാൾ ഒറ്റൊരുത്തനെ 40 കൊല്ലമായിട്ട് വലിയ തെറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 40 കൊല്ലമായിട്ട് അവനെ ആ സദസ്സിൽ നിന്ന് പുറത്താക്കിയെങ്കിലും മഴ കിട്ടണമെങ്കിൽ നാട്ടിലൊക്കെ വരൾച്ച ആകെ വിഷയം. കന്നുകാലികൾ ചത്തു തുടങ്ങി. വിശപ്പ് ദാഹവും കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടായി. ഒരിറ്റ് വെള്ളമില്ല, കിണറില്ല, കുളങ്ങളിലെല്ലാം വറ്റി വരണ്ടു. ആകെ പ്രയാസം. മൂസാ നബി അലൈഹിസ്സലാം അപ്പൊ എല്ലാവരും വിളിച്ചു കൂട്ടി. 70,000 പേരുണ്ട്. പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തം വലിയ തെറ്റിയതുകൊണ്ടിരിക്കുകയാണ് 40 കൊല്ലമായിട്ട്. അവൻ ഈ സദസ്സിൽ ഈ മൈതാനത്ത് നിന്ന് വേഗം ഇവിടെ നിന്ന് ഇപ്പൊ അറിയിക്കണം. എങ്കിലും ഇവിടെ നിന്ന് വായിച്ചാൽ പറ്റുള്ളൂ. ആരായാലും കൊള്ളാം, ആരാന്നുള്ളത് അല്ലാഹു എനിക്ക് അറിയിച്ചു. പിന്നെ ഞാൻ വഷള വേഗം എഴുതിക്കണം. അപ്പൊ ആ മനുഷ്യൻ, തെറ്റ് ചെയ്ത മനുഷ്യനുണ്ട്, അയാൾ ആ സദസ്സിലിരിക്കാം. ആലോചിച്ചു നോക്കി, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടായാൽ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാളെ മനുഷ്യരുണ്ടാകും ഉറപ്പാണ്. കാരണം എല്ലാവരുടെ മുതലെ വിളിച്ചിരുത്ത്, ഇന്ന ആചാര മകൻ ആചാര്യ, ഇന്ന ആചാരുടെ മകൾ ആചാര പെണ്ണെ വിളിച്ചിരുത്താൻ, അച്ഛമ്മ എഴുതിച്ചിരുത്താൻ, എല്ലാവരുടെ മുതലെ വിചാരം അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് പറയുന്നത് ഇവർ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തവരെ, ഇവർ ഇന്ന തെറ്റ് ചെയ്തവരെ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുപോകുന്ന വശമാണ്.
നാളെ മഹ്ശറ. അതുകൊണ്ട് അവിടേക്ക് വെക്കാതെ ഇവിടുന്ന് പൊറപ്പിച്ച് കിട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഇടയിൽ ആ ചെറുപ്പക്കാരിരുന്നിട്ട് ആ സഹോദരൻ വിങ്ങിപ്പൊട്ട് 10-40 കൊല്ലമായിട്ട് തെറ്റിയ മനുഷ്യൻ അയാളിരുന്നിട്ട് ആകെ ഇടങ്ങേറായി വഷളായി. എഴുന്നേറ്റാൽ നാട്ടുകാര് മുഴുവൻ അറിയും ഞാനാണിത് ആ വലിയ ഭാവ്യം. അതിനേക്കാൾ വലിയ വഷളത്തൊന്നുമില്ല. 10-70,000 പേരാ, 19 പേരാണ് കുഴപ്പമില്ല. തല മുഖ്യ പണി കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഒറ്റ പരിപാടി, ഇവിടെ ഇരുന്ന കരഞ്ഞു പോരാ. അവിടെ നിന്ന് കണ്ണീരൊലിപ്പിച്ചിട്ട് നാക്കുള്ളിലേക്ക് വെച്ചിട്ട് നാക്കും ചരിപ്പിച്ച് അല്ലാ എന്നെ നീ വഷളാക്കി, ഈ ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് എന്നെ വഷളാക്കരുത് റബ്ബേ എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞൊരൊറ്റ ദുആ ചെയ്ത് തീരേണ്ട താമസം ഈ മനുഷ്യനോട് വാരുന്നപ്പോ തന്നെ ആകാശം മുഴുവൻ മേഘാവൃതമായി ശക്തമായ മഴ. മഴ എന്ന് പറയാൻ ശക്തമായ മഴ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ആ സഹോദരൻ ഈ സദസ്സിൽ നിന്ന് പുറത്തു പോയില്ലല്ലോ അല്ലാഹ്. പുറത്തു പോകാൻ ഞാൻ പറഞ്ഞിട്ട് ഒരാൾ പോലും ഈ സദസ്സിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പുറത്തു പോയെങ്കിൽ മാത്രമേ മഴ നീ നൽകുമെന്ന് പറഞ്ഞു. പിന്നെങ്ങനാണ് മഴ വർഷിച്ചത് എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു മൂസാ നബിയോട് പറയുകയാണ്, മൂസാ ലഖദ് തഅബല്ലാഹു അലൈഹി, ഞാൻ അവന്റെ മേലുള്ള തൗബയെ സ്വീകരിച്ചു മൂസാ. അവൻ എന്നോട് തൗബ ചെയ്തു. ആ സദസ്സിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞവനാണ്, കരഞ്ഞവനാണ്. അവന്റെ പാപം ഞാൻ പുറത്തു കൊടുത്തു എന്ന് സയ്യിദുനാ മൂസാ നബിയോട് അല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല. അല്ലാഹു എത്ര കാരുണ്യവാനാണ്. അപ്പോൾ ഉടനെ മൂസാ നബി അലൈഹി സ്വലാമിന് ഒരു ആഗ്രഹം, എങ്കിൽ അയാൾ ഇപ്പൊ ഏറ്റവും നല്ല മനുഷ്യനാണല്ലോ, അപ്പൊ അയാൾക്ക് നീ പുറത്തു കൊടുത്തു. ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അയാളെ എനിക്ക് കാണിച്ചു. അയാൾ നല്ല സാലിഹായ മനുഷ്യനാണ്. ഇത്രയും ആളുകൾക്കിടയിൽ അയാൾ വരുന്നപ്പോഴാണ് ഈ മഴ പെയ്തത്, ഇത്രയും ആളുകൾക്ക് മഴ കിട്ടിയത്. ആ സാലിഹായ മനുഷ്യൻ അയാളുടെ ഉത്തരം കിട്ടിയതാണ്. അയാൾ എനിക്ക് കാണിച്ചു പരിചയപ്പെടാനാണ്. അപ്പൊ അല്ലാഹു തആല മൂസാ നബിയോട് വീണ്ടും 10-40 കൊല്ലമായിട്ട് അയാൾ തെറ്റ് ചെയ്തുകൊണ്ട് നിലകൊണ്ടപ്പോൾ പോലും ഞാൻ അയാളെ നിനക്ക് കാണിച്ചു തന്നിട്ടില്ല. ഞാൻ അയാളെ ലോകർക്ക് കാട്ടി കൊടുത്തിട്ടില്ല. അയാൾ തെറ്റുകാരനാണെന്ന് പ്രവാചകനാണ് നിന്നെ അറിയിച്ചിട്ടില്ല. പിന്നാണോ അയാൾ നല്ല മനുഷ്യനാണെന്ന് കാണിച്ചത്? ഞാൻ ഒരിക്കലും അത് രഹസ്യം വെളിപ്പെടുത്തില്ല എന്ന് അല്ലാഹ് പറഞ്ഞതായി സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. ഇതിനേക്കാൾ വലിയ കരുണ എന്താ പടച്ചവൻ ചെയ്യുന്നത്? നമ്മളൊക്കെ ചെയ്യുന്ന വഷളത്തരവും തെറ്റുകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്താൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? നിൽക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ലോകത്ത് കിട്ടുന്ന ഈ നേട്ടങ്ങളും സംവിധാനങ്ങളും പരിപൂർണമായി തകർന്നു പോകില്ലേ? അല്ലാഹു എത്ര കരുണാമയനാണ്, കാരുണ്യവാനാണ്. റബ്ബിന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം ഒരു മനുഷ്യൻ, ഇതാ തെമ്മാടിയായ മനുഷ്യൻ മരണപ്പെട്ടു പോയി. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, മൂസാ നിങ്ങൾ അദ്ദേഹത്തെ കഫൻ ചെയ്യുകയും കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും അദ്ദേഹത്തിന്റെ മേൽ നമസ്കരിക്കുകയും ചെയ്യണേ. ഇതെന്റെ കൽപ്പനയാണ്, കൽപ്പനയാണ്. ഏറ്റവും വലിയ തെമ്മാടി ഇസ്രായേലി സമൂഹത്തിന് അയാൾ മരിച്ചപ്പോഴാണ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം അയാൾ തെമ്മാടിയാണ്, അറിയാത്ത ആളൊന്നല്ല. കള്ളും കുടിച്ചൊക്കെ നടന്നൊരു മനുഷ്യനാണ്. അയാൾക്ക് വേണ്ടി നിസ്കരിക്കാനും അയാൾക്ക് വേണ്ടി കഫൻ ചെയ്യാനും മയ്യത്ത് അയാളെ കുളിപ്പിക്കാനും ആരോട് പറയാം? പ്രവാചകനാകുന്ന മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറയാം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, സ്വാഭാവികമാണ് പഠിച്ചവനെ, അവൻ വലിയ തെറ്റുകാരനല്ലേ, ഈ ഫ്രോഡിനെ ഞാൻ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയൊക്കെ ചെയ്താൽ നാട്ടുകാരെ മനസ്സിലാക്കൂലേ? ഈ പ്രവാചകത്തിനൊന്നും കാര്യമില്ല. കാരണം ഈ തെമ്മാടിയായ മനുഷ്യനെ പ്രവാചകനാണ് കുളിപ്പിച്ചത്, കഫൻ ചെയ്യുന്നൊക്കെ നാട്ടുകാരെ പറയൂലേ? അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്യണം. ആരോടൊന്നും പറഞ്ഞാൽ ഞാനത് ഒഴിവാക്കി, നീ തന്നെ ചെയ്യണം. കാരണം എന്താ, അവന് 2-3 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതെന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുടുക്കി. ഞാൻ അവന് പുറത്തു കൊടുത്തു. അതിന്റെ 2-3 കാര്യങ്ങളൊന്നും പറയുമോ? അല്ലാഹു പറഞ്ഞു കൊടുത്തു. എന്തിനാ ഈ ഉമ്മത്ത് അറിയാനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമതായി അവന്റെ മനസ്സിലുണ്ടായി, അല്ലാഹുവേ ഞാൻ ഈ തെറ്റ് ചെയ്ത മനുഷ്യനാണ്, നിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്, നീ എനിക്ക് പാപം പുറത്തു നൽകലുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ന്യൂനത വരികയാണെങ്കിൽ പടച്ചറബ് എനിക്ക് പുറത്തു തരണം. അതല്ല നിനക്ക് യാതൊരു ന്യൂനതയും വരുന്നില്ലെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ പുറത്തു വരും. നീ എന്റെ പാപം പുറക്കലിനോട് നിനക്ക് എന്തെങ്കിലും കുറവ് വരുമോ? നിന്റെ കാര്യത്തിൽ നിന്റേതാകുന്ന വിശാലതയിൽ എന്തെങ്കിലും കുറവ് വരുമെങ്കിൽ നീ പുറത്തു തരണ്ട. നിനക്കൊരു കുറവും വരുത്തില്ല ഈ പാപിയാകുന്ന എനിക്ക് പുറത്തു തരലിലൂടെ, എങ്കിൽ ഈ പാപിയാകുന്ന എനിക്ക് നീ പുറത്തു തരണം. അല്ലാഹു എന്നെ കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കരുത്. എന്നെ നരകത്തിലിടുകൊണ്ട് നിനക്കെന്തെങ്കിലും ലാഭം കിട്ടുമെങ്കിൽ നീ എന്നെ നരകത്തിൽ, നിനക്കെന്തെങ്കിലും ഹൈറുണ്ടെങ്കിൽ എന്നെ ഇട്ടോളൂ. അതല്ല എന്നെ ഇടതുകൊണ്ട് നിനക്ക് വലിയ ഇതൊന്നുമില്ല, ലാഭം കിട്ടുന്നില്ലെങ്കിൽ ഈ പാവപ്പെട്ടവനെ നീ നരകത്തിലുണ്ടായിരുന്നു, എന്നെ അങ്ങ് രക്ഷിച്ചേക്ക്. അതാണ് ചോദിക്കേണ്ട ചോദ്യമാണ്. പടച്ചവനോട് അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അല്ലാഹുവേ കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ എന്റെ ഇടതുകൊണ്ട് നിനക്കെന്തെങ്കിലും ലാഭമുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഇട്ടോ. ഈ പാപിയാകുന്ന എന്നെ കൂടി നരകത്തിൽ ഇടണം, എന്നാലേ നിനക്ക് ആഹത്തുള്ളൂ, നിനക്കെന്തെങ്കിലും ലാഭം കിട്ടുള്ളൂ, എന്നാ എന്നെ ഇട്ടോളി. അതല്ല എന്നെ നരകത്തിൽ ഒഴിവാക്കിക്കൊണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ ഒഴിവാക്കിത്താ.
അല്ലാഹുവേ നരകത്തിലേക്ക് ഇടലുകൊണ്ട് നിന്റെ പദവിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമെങ്കിൽ യാതൊരുവിധ പ്രശ്നമില്ല. അതല്ല എന്റേതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കലുകൊണ്ട് എന്റേതാകുന്ന ദറജയ്ക്ക് പദവിക്ക് എന്ത് കോട്ടമൊന്നും സംഭവിക്കുന്നില്ലേ, നാ പാപിയാകുന്ന എന്നെ നീ സ്വർഗത്തിലേക്കൊന്ന് കയറ്റിത്താ പടച്ചവരേ. ഈ ഡയലോഗ് കേട്ടപ്പോ ഞാൻ പിന്നെ എങ്ങനെ അവന് പുറത്തു കൊടുക്കാതിരിക്കും മൂസ? ഇവന്റെ ഈ വർത്താനം കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ നരകത്തിൽ നിന്ന് മോചനം കൊടുക്കാതിരിക്കും? ഇവന്റെ ഈ സംസാര ശൈലി കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ സ്വർഗം കൊടുക്കാതിരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായി സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. റബ്ബിന്റെ കരുണ എന്ന് പറഞ്ഞാൽ സാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കരുണയുടെ കവാടം തുറന്നു കൊടുത്തു, പാപങ്ങൾ പരിപൂർണമായി പുറത്തു കൊടുത്തു. നമ്മുടെ തെറ്റുകൾ അല്ലാഹുവിലേക്ക് ഏറ്റു പറയണം. അതാണ് നമുക്ക് ഇഷ്ടം. മനസ്സിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ഞാൻ കുറെ തെറ്റ് ചെയ്തു, അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിട്ടല്ല കാര്യം. അത് പുറപ്പിച്ചെടുക്കേണ്ട സമയവും സന്ദർഭമാണ് ഇത്. ശരിക്കും ദ്വാരക്ക നോമ്പുകാരൻ നോമ്പുള്ള സമയങ്ങളിൽ ഇജാബത്താണ്, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇജാബത്താണ്. മഗ്‌രിബിന് തൊട്ടുള്ള മുമ്പ് ഞാൻ പ്രത്യേകം എപ്പോഴും പറയുന്ന കേസാണ്. ആ ഒരു 15-20 മിനിറ്റ് നിങ്ങളുടെ എല്ലാ പണിയും സ്റ്റോപ്പ് ചെയ്യാം. സ്ത്രീകളും പുരുഷന്മാരും നിർബന്ധമായി ശ്രദ്ധിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് 6:35 ഉദാഹരണം പറയണം കേട്ടോ, 6:35 ഞാൻ ഉദാഹരണം പറയാം. 6:35 വാങ്ങി കൊടുക്കുന്നത് എങ്കിൽ ഒരു 6:15 എല്ലാ ജോലി ഒഴിവാക്കി ഒരു 20 മിനിറ്റ് മാറ്റി ഒരു 15 മിനിറ്റ് അസ്തഗ്ഫിറുല്ലാഹല്ലദീം. അതുപോലെ തന്നെ നമ്മൾ ഈ റമദാനിൽ ചെല്ലൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അഅ്തിനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഏറ്റവും നല്ല ദുആ. സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതൽ പഠിച്ചു വെക്കേണ്ട ദുആ ഇതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബി തങ്ങളെ ലൈലത്തുൽ ഖദ്ർ ഇതാണ് എന്ന് എനിക്ക് ഏതെങ്കിലും ഒരു രാത്രിയിൽ ഉറപ്പായാൽ എങ്ങനെ ഉറപ്പാകുക? ഒരുപാട് ചൂടുണ്ടാവൂല, ഒരുപാട് തണുപ്പുണ്ടാവൂല, ഒരു മിതമായ ശൈലിയിലായിരിക്കും രാത്രി പോവാ. ഒരുപാട് ഒച്ചപ്പാട് കോലാഹലങ്ങളും ആ രാത്രിയിൽ ഉണ്ടാവൂല. മാത്രമല്ല വലിയ ഓരിയിടുകൾ, നായയുടെ ഓരിയിടുകൾ പോലുള്ള ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവൂല. ആ രാത്രി വളരെ സൈലന്റ് ആയി. പിറ്റേന്നത്തെ പ്രഭാതത്തിന്റെ സൂര്യന്റെ പ്രകാശം വലിയ ശക്തമാവൂല, സൈലന്റ് ആയി. ഇതൊക്കെ ലൈലത്തുൽ ഖദ്ർ ഇന്നലെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നതാകുന്ന ഓരോ അടയാളങ്ങളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല ആ രാത്രി ഇബാദത്ത് എടുക്കുന്നത് നിന്റെ മനസ്സും നിന്റെ ശരീരവും കുളിരും. ഭയങ്കരമായിട്ട് നിനക്ക് തന്നെ ഒരു അനുഭൂതി ഉണ്ടാവും. എല്ലാ വിഷമങ്ങളൊക്കെ പറയും അങ്ങനെയാണല്ലോ. നമ്മളെല്ലാ സങ്കടങ്ങളും ഉള്ളിൽ വെച്ചിട്ടാണ് ടെൻഷൻ. ഈ ടെൻഷൻ കയറി നിൽക്കണം. എല്ലാ വിഷമങ്ങളും അങ്ങോട്ട് പറയണം. ഭർത്താവിനോട് ചില സഹോദരിമാർ സങ്കടം പറയും. ഭർത്താവ് അൽഷമേഴ്സ് വന്നിട്ട് രോഗിയായിരിക്കുന്ന മനുഷ്യനായിരിക്കും. എന്നാലും ഭാര്യമാരൊന്നും പറയും, കഥകളൊക്കെ ഇങ്ങനെ അവരോട് പറയും എന്നതുപോലെ നമ്മൾ അങ്ങോട്ട് പറയണം. വിഷമങ്ങളെല്ലാം പറയണം. മക്കളുടെ കാര്യം, നമ്മുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യം. അതിനുള്ള സമയമാണ് ഈ നോമ്പ്. റബ്ബുമായി സംസാരിക്കണം. കാരണം നീ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ നോമ്പ് നീയും അല്ലാതെ ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടി കരഞ്ഞിട്ട് ശരിക്കും ദ്വാരക്കണം. ആ മഗ്‌രിബിന് മുമ്പുള്ള സമയം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ലൈലത്തുൽ ഖദ്ർ ഏതാണെന്ന് ഉറപ്പായി ഞാൻ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ട എന്താ? നബി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പിനെ ഇഷ്ടം വെക്കുന്നവനാണ്, എനിക്ക് നീ മാപ്പ് ചെയ്യണമെന്ന് അർത്ഥം വരുന്ന ഈ ദിക്ർ അധികരിപ്പിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. അവൻ രാത്രി 100 പ്രാവശ്യമെങ്കിലും ഇന്ന് മുതലുള്ള എല്ലാ രാത്രിയിലും ഇത് ചെല്ലണം. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് പള്ളിയിൽ ചെല്ലട്ടെ ചെല്ലാതിരിക്കട്ടെ, അത് വേറെ വിഷയം. നമ്മൾ ചെല്ലിക്കണം. ഇന്ന് മുതൽ എല്ലാ രാത്രിയിലും ഒരു 100 രൂപയെങ്കിലും ഏതെങ്കിലും സാധുക്കൾക്ക് സദഖ കൊടുക്കണം. ഇന്ന് മുതലുള്ള എല്ലാ രാത്രിയിലും. കാരണം ഏത് രാത്രിയിലും എന്താവാം? ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളിനി അങ്ങോട്ട് 3-4 രാത്രിയിലും പോയാൽ നമുക്കൊരു 600 രൂപയാണ് പോകുന്നത്. പക്ഷെ കിട്ടിയാലോ 83 വർഷം ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാ ഒരു സദഖയ്ക്ക് ഏറ്റവും വലിയ ഫലമാണ് ലൈലത്തുൽ ഖദ്ർ കൊടുക്കാൻ. അതുകൊണ്ട് ഒരു 100 രൂപ രാത്രിയിൽ കിട്ടാൻ വലിയ പാടാണ്. കാരണം ഇക്കടുത്ത് ഉണ്ടാവില്ല. പള്ളിയിൽ പോകുന്നവർക്ക് കിട്ടും. കാരണം മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും നല്ല ബിരിയാണി ചെമ്പ് തേടിയിട്ട് പോകുന്നതുകൊണ്ട് ഈ കൗമിനെ മറന്നിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒരു സാധുവായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാം? അതേതെങ്കിലും മുത്തലിമാകട്ടെ, ഒരു സാധുവായ മനുഷ്യനാകട്ടെ, നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാകട്ടെ, ആ രാത്രി അവിടെ വരെ പോയിട്ട് ഒരു 100 രൂപ ഏറ്റവും ചുരുങ്ങിയത് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇനി അങ്ങോട്ടുള്ള എല്ലാ രാത്രിയിലും കൊടുക്കുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ രാത്രിയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ചൊല്ലിയാൽ നരകീയ മോചനം സയ്യിദുനാ റസൂലുള്ളാഹി. 3 വട്ടം ചൊല്ലിയാൽ 3 വട്ടം ചൊല്ലിയാൽ രക്ഷപ്പെടും. അപ്പൊ ഒരു 33 അല്ലെങ്കിൽ ഒരു 100 ചൊല്ലിക്കും. ഇശാ മഗ്‌രിബിനിടെ ഏറ്റവും നല്ല സമയമല്ലേ ഇശാ മഗ്‌രിബിനിടെ എന്ന് പറയുന്നത്. അപ്പൊ മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഈ വിക്രുകളൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കണം. നല്ല ദ്വാ, ഒരു 5 മിനിറ്റ് കണ്ണീർ ഒലിപ്പിച്ച് ദ്വാ, ഏറ്റവും കുറഞ്ഞത്. അത് കുടുംബമൊക്കെ ചേർന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ദിക്ർ ചൊല്ലിയിട്ട് അങ്ങനെ ഒരു ചെറിയ ദ്വാ പറഞ്ഞാൽ മതി മലയാളത്തിൽ. അല്ലാഹു ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ഇബാദത്തുകളെ കബൂലാക്കണം. ഒരു ഹംദ് സലാത്ത് ചൊല്ലിയിട്ട് ഉമ്മ ദ്വാരക്ക, മക്കൾ ആമീൻ പറയും. നമ്മൾ ഉറക്ക ദ്വാരക്ക. ഇനി ആരുമില്ല, നമ്മൾ ഉറക്കിയിരുന്നത് അവിടെ ഇരുന്നിട്ട് ചെറിയ ദ്വാരക്ക, ഒരു ഫാത്തിഹ ഒരു 3 എണ്ണം ഓതി
ഇപ്പോഴൊക്കെ ശ്രേഷ്ഠതയല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഖുലൗറബിൽ ഫലക്കും നാസൂദിയോട് ദുആരക്കാം മഗ്രിബിന് മുമ്പുള്ള സമയം ദുആന് ഏറ്റവും ഇജാബത്തുള്ള സമയം. നോമ്പുകാരൻ നോമ്പുള്ള മുഴുവൻ സമയം ദുആന് ഇജാബത്ത്, നോമ്പ് തുറക്കുന്ന വേളയിൽ പ്രത്യേക ഇജാബത്ത്. കാരണം വൈകുന്നേരം വരെ അല്ലാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് പിടിച്ചിരിക്കുക. അതാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. അത് ഇത് മത്തക്കാന്ന് പറഞ്ഞ് നടക്കും. വൈകുന്നേരം മൂടി കിടന്ന് ചായ കുടിച്ച് അവിടെ ഇവിടെ ഓടി കിടന്ന് എല്ലാം അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചതിനെ പിശാച് വൈകുന്നേരം ആ നോമ്പുതുറ സമയത്ത് സെക്കൻഡ് കൊണ്ട് അവരത് ഇല്ലാതാക്കി. ഇത്ര ബുദ്ധിമാനാ പിശാച്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വൈകിട്ട് വരെ പിടിച്ച് ആ വൈകിട്ടാവുമ്പോഴത്തേക്കും ഈ ഒരു ബഹളത്തിന്റെ ഇടയിൽ, നോമ്പുതുറ വിഭവത്തിനിടയിൽ നമ്മൾ അത് ഒഴിവാക്കി. ആ 10 മിനിറ്റ് ആര് വരട്ടെ നമ്മൾ ശല്യം എല്ലാം ഒഴിവാക്കിയിട്ട് വിക്രിലായിരിക്കും. ഇനിയുള്ള ദിവസം ശ്രദ്ധിക്കാം. മഗ്രിബ് നമസ്കാരം ജമാഅത്തായി തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കാം. മഗ്രിബും ഇശാഉം ലൈലത്തുൽ ഖദറിന്റെ ജമാഅത്തുകൾ ഈ രാവുകളിൽ ശ്രദ്ധിച്ചാൽ ലൈലത്തുൽ ഖദർ കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജമാഅത്ത് ശ്രദ്ധിക്കണം. മഗ്രിബും ജമാഅത്ത് കറക്റ്റാണ്, ഇശാഉ ജമാഅത്ത് കറക്റ്റാണ്. തറാവീഹ് ജമാഅത്തായി തന്നെ നമസ്കരിക്കണം. വിത്ർ കറക്റ്റാണ്. വിത്ർ പറ്റുമെങ്കിൽ 3-ൽ ഒതുക്കരുത്. 10 നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല, പറ്റുമെങ്കിൽ ഈ ഒരു 10 ദിവസമെങ്കിലും, ഈ ഒരു കുറഞ്ഞ ദിവസമെങ്കിലും 11 നമസ്കരിക്കണം. കാരണം വിത്ർ എത്രയാ ഉള്ളത്? ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത്, പൂർണ്ണമായത് 3, പരിപൂർണമായത് എത്രയാണ്? 11. നമ്മൾ ലൈലത്തുൽ ഖദർ പോലും 11 നമസ്കരിച്ചില്ല. പിന്നെ എന്ത് മൂവ്യാണ്? നബി തങ്ങൾ എല്ലാ രാത്രിയിലും റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും 11 നമസ്കരിച്ചിരുന്നു. ഹദീസ് ഏതാണ്? ഈ വിത്ർ നമസ്കാരമാണ് ഈ പറയുന്നത്. വിത്ർ നമസ്കാരം റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും നിസ്കരിക്കുകയാണ്. ഇശാഇന്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് 11 റക്അത്ത് നബി തങ്ങൾ മുടങ്ങാതെ നിസ്കരിക്കുക. അപ്പൊ നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നിസ്കരിക്കട്ടെ. അപ്പൊ ഒരു 11 റക്അത്ത് പറ്റും. ചെറിയ സൂറത്ത് മതി, വലിയ സൂറത്തൊന്നും അതിന് ഓർമ്മൊന്നുമില്ല. സഹോദരങ്ങളെ, തറാവീഹ് നമസ്കരിക്കുമ്പോ ഒരു ആയത്തോടെ നിസ്കരിച്ചാൽ നമസ്കാരം ശരിയാവും. ഉദാഹരണം, ഫാത്തിഹ ഓതിയിട്ട് ഫാത്തിഹ ഓതിയതിനു ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? ഒരായത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ആയത്താണ്. അതിനോട് ഇല്ല മതി. അതുകൊണ്ട് തന്നെ മതി. ഒരു സൂറത്ത്, ഒരു ചെറിയ സൂറത്ത് പൂർത്തിയാക്കി ഓതാനാണ് ഏറ്റവും ശക്തിമത്തായ സുന്നത്ത് ശാഫി മദ്ഹബിൽ. വലിയ സൂറത്തിൽ അല്പം ഓതുന്നതിനേക്കാൾ. പക്ഷെ നമ്മൾ തറാവീഹിന് എന്തുകൊണ്ടാണ് വലിയ സൂറത്തുകൾ അല്പാൽപ്പം ഓതുന്നത്? ഖത്തം തീർക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ പുണ്യം കരഗതമാക്കാൻ അതല്ലാത്ത നമസ്കാരങ്ങൾ ഫർദാകട്ടെ സുന്നത്താകട്ടെ ചെറിയ സൂറത്തുകൾ പൂർത്തിയാക്കി ഓതലാണ് ശാഫി മദ്ഹബിൽ എപ്പോഴും ശക്തിമത്തായ സുന്നത്ത്. ഇനി അതിന് സമയമില്ലേ? ഈ പറഞ്ഞതുപോലെ ഒരു ഫാത്തിഹ ഓതിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അതി 2 ആയത്ത് ഓതി. കാരണം ബിസ്മി ഒരു ആയത്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ് രണ്ടാമത്തെ ആയത്താണ്. പറഞ്ഞു മനസ്സിലാകുന്നില്ല? അങ്ങനെയെങ്കിലും ഇനിയുള്ളതാകുന്ന സമയങ്ങളിൽ വിത്ർ 11 നമസ്കരിക്കാൻ പരിശ്രമിക്കാം. പറ്റുന്ന പോലെ. അതിന് കൂടുതൽ ഇനിയും പറ്റും. തസ്ബീഹ് കൂടി നിസ്കരിക്കാൻ പറ്റുന്ന ആൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. പറ്റുന്ന ആളുകൾ അത് നമസ്കരിക്കും. തസ്ബീഹ് നിസ്കാരം നിങ്ങൾക്ക് അറിയാം. 4 റക്അത്താണുള്ളത്. രാത്രി നമസ്കരിക്കുന്നത് 2 ആയിട്ടാണ് നിസ്കരിക്കുക. ഓരോ 2 റക്അത്തുകൾ നമസ്കരിക്കുമ്പോഴും എത്ര തസ്ബീഹ് വരണം? ഓരോ റക്അത്തുകളിലും 75 തസ്ബീഹ് വീതം വരണം. ഒരു റക്അത്തിൽ 75, അടുത്ത റക്അത്തിൽ 75, മൂന്നാമത്തേതിൽ 75, നാലാമത്തേതിൽ 75, മൊത്തം എത്രയായി? 300 തസ്ബീഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ കൈകെട്ടി വജ്ഹത്ത് ഓതി, ഫാത്തിഹ അതുപോലെ തന്നെ ശേഷം സൂറത്ത് ഓതും. 4 റക്അത്തുകളിൽ ഓതുന്ന സൂറത്തുകൾ ശക്തിമത്തായ സുന്നത്തായ സൂറത്തുണ്ട്. അറിയാവുന്നവർ അത് ഓതണം, അറിയാത്തവർ അറിയുന്ന സൂറത്ത് ഓതണം. ഒന്നാമത്തേത് അൽ ഹാഖിമുത് തകാസുർ, രണ്ടാമത്തേതിൽ വൽ അസ്ർ, മൂന്നാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നാലാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 4 സൂറത്തുകൾ ഇതൊക്കെ ശക്തിമത്തായ സുന്നത്തായ സൂറത്തുകളാണ്. അത് അറിയാവുന്നവർ അങ്ങനെ തന്നെ ഓതണം. അറിയാത്ത ആളുകൾ ഇനി അത് വിഷമിക്കണ്ട. ഖുൽ ഹുവല്ലാഹു അറിയുള്ളൂ, അതിനെ ഓതിക്കൊള്ളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആ സൂറത്തിന് ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിനോടൊപ്പം തന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് കൂടി ചേർത്താൽ ബെറ്റർ. അതില്ലെങ്കിൽ കുഴപ്പമില്ല, അത്ര മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എങ്ങനെ എണ്ണം പിടിക്കേണ്ടത്? കൈ ഇങ്ങനെ വെച്ചിട്ട് ഓരോ വിരലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തിയാൽ മതി. കൈ ഇങ്ങനെ വെച്ചിരിക്കാൻ ആ വിരൽ അങ്ങോട്ട് നമ്മൾ അമർത്തുക. അപ്പൊ നമുക്കൊരു ചെറിയൊരു പിടുത്തം കിട്ടും, എണ്ണം കറക്റ്റ്. അപ്പൊ നമ്മുടെ ശ്രദ്ധയും ഇവിടെ ഉണ്ടാവും. മറ്റേത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അണികൊണ്ടിരുന്ന 3 അനക്കം കൊണ്ട് നിൽക്കാനും പോയി അഴിച്ചിട്ട് പോയാൽ മതി. അല്ലാഹു മുളക്കാക്കട്ടെ. അതൊക്കെ ശ്രദ്ധിക്കണം. ചിലരെ എണ്ണം പിടിക്കണമെങ്കിൽ ചോദിക്കലുണ്ട്. ഉടനെ പറഞ്ഞത്. അപ്പൊ വിരൽ പതുക്കെ വെച്ചിട്ട് അമർത്തി അങ്ങോട്ട് അമർത്തുന്നു 5 ആയി, തിരിച്ചും കൂടെ അമർത്തുന്നു, വീണ്ടും 10 ആയി, വീണ്ടും അങ്ങനെ അമർത്തുന്നു 15. അപ്പൊ ശ്രദ്ധ നല്ലപോലെ വേണം. തസ്ബീഹ് നിസ്കാരം എന്തില്ല? ജമാഅത്ത് സുന്നത്തില്ല. ഒറ്റയ്ക്കാണ് നമസ്കരിക്കേണ്ടത്. ജമാഅത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? അതിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ ഉറക്കൊക്കെ ചെല്ലിയിട്ടെങ്കിലും പുറകിലുള്ളവരൊക്കെ തിരുത്തുമെന്ന് പറയാം. അത് പറ്റൂല, ഒറ്റയ്ക്ക് നമസ്കരിക്കണം. അതുകൊണ്ട് അതങ്ങനെ ചെയ്യാം.
അല്ലാഹു തൗഫീഖ് തരട്ടെ. 15-ന് ശേഷം നേരെ റുക്കൂ ചെയ്യുന്നു. സുബ്ഹാന റബ്ബിയൽ അദീം ചെല്ലിയതിന് ശേഷം 10. ഇഅ്തിദാലിൽ അവിടെ ചെല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം 10. ഈ പറഞ്ഞ ദിക്റുകൾ റുക്കൂയിൽ സുജൂദിൽ അടുത്തത്ര അവിടെ ചെല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം എല്ലായിടത്തും ചെല്ലുന്നതിന് ശേഷം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി ശേഷം 10. ഇടയിലുള്ള ഇരുത്തം ദിക്റുകൾക്ക് ശേഷം 10. പിന്നെ അടുത്ത സുജൂദ് ഇടയിലുള്ള അവിടുത്തെ ദിക്റുകൾക്ക് ശേഷം 10. മൊത്തത്തിലെണ്ണായി എണ്ണം കറക്റ്റ്. നൃത്തത്തിൽ 15, റുക്കൂയിൽ 10, 25, ഇഅ്തിദാലിൽ 35, സുജൂദിൽ 45, ഇടയിലുള്ള ഇരുത്തം 55, അടുത്ത സുജൂദിൽ 65. ഒരു 10 കൂടെ പറഞ്ഞു. അത് നമ്മുടെ ശാഫി മദ്ഹബിന്റെ പ്രകാരം രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ ഒരു ഇരുത്തം അല്ലാഹു അക്ബർ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണ് പറയുന്നത്. അല്ലാഹു അത് എല്ലാ നമസ്കാരങ്ങളിലും ഉണ്ട്. എന്തിലില്ല? തിലാവത്തിന്റെ സുജൂദ് നമ്മൾ ചെയ്യും. വെള്ളിയാഴ്ച ദിവസമൊക്കെ ചെയ്യുമ്പോൾ ആ തിലാവത്തിന്റെ സുജൂദ് സജദ വലിയല്ലത് അത് കഴിഞ്ഞാൽ പിന്നെ ഇടയിലുള്ള ഇരുത്തയില്ല. ചില ആളുകൾ വീണ്ടും ഇരിക്കലുണ്ട്. അത് തെറ്റാണ്. ആ തിലാവത്തിന്റെ സുജൂദ് ഖുർആൻ ഓതുന്നതിന്റെ ഇടയ്ക്ക് ആയത്ത് വരുമ്പോഴത്തേക്ക് സുജൂദ് ചെയ്യും. ഫസ്ബിഹുലില്ലാഹി വഅബ്ദു ഒരു ആയത്ത് വന്നു നേരെ അല്ലാഹു സുജൂദ് മാത്രം. സുജൂദ് കഴിഞ്ഞാൽ പിന്നെ നേരെ ആ നൃത്തത്തിലേക്ക് തന്നെ വരണം. ഇടയിൽ ഇരുത്തയില്ല. അവിടെ ഇസ്തിറാഹത്തിന് ഇരുത്തയില്ല. അവിടെ ചിലർ ഇരിക്കലുണ്ട്. അത് തെറ്റാണ്. അതിനാണ് ഇപ്പൊ പറഞ്ഞത്. നിസ്കാരത്തിൽ അല്ലാത്ത സമയങ്ങളിൽ നമ്മളുണ്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തമുണ്ട്. ആ ഇരുത്തം ഇരുന്നാൽ ഉടനെ വേറെ നിൽക്കാനൊന്നുമില്ല. പെട്ടെന്ന് ഇത് ചെല്ലണം. ഇത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 10 പ്രാവശ്യം. അപ്പോഴും നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൈകൾ നമ്മുടെ തുടഭാഗത്താണ്. വിരൽ പതുക്കെ അമർത്തിയിട്ട് 10 വട്ടം ചെല്ലുക. ഇപ്പൊ എത്രയായി ടോട്ടൽ ആ റക്അത്തിൽ എത്രയായി? 75. ഇനി അങ്ങനെ ഇരുന്നതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്നതാണ്. ഏതായി അല്ലാഹു അക്ബർ? രണ്ടാമത്തെ റക്അത്തിലേക്കുള്ള ഇന്ത്യക്കാൽ അങ്ങോട്ട് പോകുന്നതിന്റെ തക്ബീറാണത്. അല്ലാഹു അക്ബർ നേരെ എഴുന്നേറ്റ് വരുമ്പോൾ പറയേണ്ട തക്ബീർ. അത് പറഞ്ഞ് നമ്മളിവിടെ ഇരുന്നത്. അതുകൊണ്ട് ഇനി എഴുന്നേറ്റ് പോകുമ്പോൾ എന്തില്ല? തക്ബീറില്ല. അത് ശ്രദ്ധിക്കണം. ഇനി എഴുന്നേറ്റ് പോകുന്നത് പതുക്കെ എഴുന്നേറ്റ് പോയാൽ മതി. ചിലർ അവിടെ എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ചില മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലായില്ല? രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു തക്ബീർ ചൊല്ലിക്കൊണ്ട് നമ്മൾ അവിടെ ഇരുന്നു. ഇസ്തിറാഹത്തിന് ഇരുന്നിട്ട് 10 വട്ടം നമ്മൾ അവിടെ ദിക്ർ ചൊല്ലിയതിനു ശേഷം ഇനി എഴുന്നേറ്റ് പോകുമ്പോൾ എന്തില്ല? തക്ബീറില്ല. എഴുന്നേറ്റ് നേരെ പോയി പതുക്കെ കൈ കെട്ടിയാൽ മതി. കൈ കെട്ടി നേരത്തെ പറഞ്ഞ ഫാത്തിഹ സൂറത്ത് ഓതുക. 15 വട്ടം അവിടെ ചെല്ലണം. റുക്കൂ അവിടെ ചെല്ലേണ്ട ദിക്റിന് ശേഷം 10. ഇഅ്തിദാൽ അവിടെ ചെല്ലേണ്ടതിന് ശേഷം 10. സുജൂദ് അവിടെ ചെല്ലേണ്ടതിന് ശേഷം 10. ഇടയിലുള്ള ഇരുത്തം അവിടെ ചെല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം 10. വീണ്ടും സുജൂദ് അവിടെ ചെല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം 10. വീണ്ടും ഇരുന്നു അത്തഹിയ്യാത്തിന് മുമ്പ് 10. ശരിക്കും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിലേക്ക് ഇരിക്കുമ്പോൾ അതുവരെ ഉള്ളതുപോലെയല്ല. അത്തഹിയ്യാത്തിന് മുമ്പ് 10 വട്ടം ഈ ദിക്ർ ചൊല്ലിയിട്ട് അത്തഹിയ്യാത്തു സലാം വിട്ടു. ഇതാണ് തസ്ബീഹ് നമസ്കാരത്തിന്റെ രൂപം. അപ്പൊ ആ തഹിയ്യാത്തിലാവുമ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ നേരത്തെ മൂന്നാമത്തെ റക്അത്തിൽ ഇടയിൽ വരുന്ന ആ സമയത്തിന്റെ ദിക്ർ അവിടെ 75 ഇങ്ങനെ ഇതേപോലെ വീണ്ടും നമ്മൾ എഴുന്നേറ്റ് തസ്ബീഹിന്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു. വീണ്ടും നമ്മൾ നിയത്ത് ചെയ്ത് വീണ്ടും തക്ബീർ കെട്ടി രണ്ടാമത്തെ വീണ്ടും വജ്ഹത്ത് ഓതി അഊദു ഓതി ഫാത്തിഹ സൂറത്ത് ഓതി സൂറത്തുൽ ഖുലിയായുൽ കാഫിറൂൻ ഓതി നേരത്തെ പറഞ്ഞതുപോലെ 15 പ്രാവശ്യം ഓതി ദിക്റുകൾ ചൊല്ലിയിട്ട് വീണ്ടും ഇതേപോലെ തദൈവ ഇതേപോലെ വരിക. ഒന്നാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഇടയിലുള്ള ഇരുത്തം ഇരുന്നിട്ട് 10 ദിക്ർ ചൊല്ലി. മാഷാ അല്ലാഹ്. ശരിയല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഒരു സംശയം വെച്ചത് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്ന ഒരു നമസ്കാരം റമദാനിൽ ആ നമസ്കാരം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അത് തറാവീഹ് നമസ്കാരത്തിന് പറയുന്ന മറ്റൊരു പേരാണ്. ശരിക്കും ശ്രദ്ധിക്കണം. റമദാൻ അല്ലാത്തപ്പോഴും ഖിയാമുൽ ലൈൽ ഉണ്ട്. രാത്രി നമസ്കാരമുണ്ട്. അതാണല്ലോ ഖുമിൽ ലൈല. രാത്രിയിൽ നമസ്കരിക്കുക. ഈ റമദാനിൽ അങ്ങനെ ഖിയാമുൽ ലൈൽ അതിന് തറാവീഹിന് പേര് പറയാൻ കാരണം എന്താ? ഹദീസ് ഉണ്ട്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ആരെങ്കിലും റമദാനിൽ പരിശുദ്ധമായ തറാവീഹ് നമസ്കരിച്ചാൽ എന്നാണ് നമ്മുടെ അർത്ഥം. ഖിയാമുൽ ലൈൽ ഉദ്ദേശം എന്താണ്? തറാവീഹ് 20 റക്അത്ത് നമസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് 20 റക്അത്ത് പൂർത്തിയാക്കി നമസ്കരിച്ചാൽ ആ പൂർണ്ണത പരിപൂർണമായി നിർവഹിക്കും. ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് റമദാനിൽ ഏതിന് പറയുന്ന പേരാണ്? തറാവീഹിന് പറയുന്ന പേര് തന്നെയാണ് ഖിയാമുൽ ലൈൽ. റമദാൻ അല്ലാത്ത സമയങ്ങളിൽ പറയുന്നത് തഹജ്ജുദിന് പറയുന്ന മറ്റൊരു പേരാണ് ഖിയാമുൽ ലൈൽ. അതിന് എണ്ണമില്ല. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും റമദാൻ അല്ലാത്തപ്പോൾ നമസ്കരിക്കുക. തഹജ്ജുദ് ഏറ്റവും ചുരുങ്ങിയത് എത്രയും നമസ്കരിക്കാം. ഒരാൾ 1 റക്അത്ത് നമസ്കരിച്ചു അൽബഖറ ഓതി, രണ്ടാമത്തെ റക്അത്തിൽ ആലി ഇംറാൻ കാണാതറിയാം. ഓതിക്കോ. കൂടുതൽ ദീർഘമായി വലിയ സൂറത്ത് ഓതലാണ് റക്അത്ത് അത് ദീർഘിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത. 2 റക്അത്ത് നമസ്കരിക്കുന്നുള്ളൂ. ആ 2 റക്അത്ത് ദീർഘിപ്പിച്ച് നമസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതൊക്കെ ഇനിയും കൂടി ശക്തിമാറ്റാക്കണം. തഹജ്ജുദ് മുടക്കണം. ഇതുവരെ തഹജ്ജുദ് മുടക്കാതെ നിസ്കരിച്ചവർ എത്ര പേരുണ്ട്? കൈ ഉയർത്തി നോക്കട്ടെ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. എത്ര പേരുണ്ട്? മാഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കിയുള്ളവരൊക്കെ അത്താഴം കഴിച്ചാൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത്താഴം മുടങ്ങാതെ കഴിച്ചവർ ഇടത്താഴമാണ് ഉദ്ദേശിക്കുന്നത്. അത്താഴം കൊണ്ടുള്ള ഭാഷയാണ്. ഇതുവരെ കഴിച്ചിട്ടുള്ളവർ മുടങ്ങാതെ കഴിച്ചവരും കൈ ഉയർത്തിക്കും. അത്താഴം കഴിക്കുന്നില്ല, കൈ ഉയർത്തുന്നില്ലല്ലോ. ഉണ്ട്. മാഷാ അല്ലാഹ്. അത് മുടങ്ങുന്നില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അത്താഴ ഭക്ഷണം കഴിക്കണം. ഒരല്പം വെള്ളമാണെങ്കിലും ഒരു കാരക്കയാണെങ്കിലും കഴിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്താഴ ഭക്ഷണം മറക്കുന്നുള്ള ഭക്ഷണമാണ്. ചില കുട്ടികൾ അതിന് വിമുഖത കാണിക്കും, താല്പര്യക്കുറവ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നിർത്താണ്, ദീർഘിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം ദുആയിലെ ഒരു സദസ്സും ഒരല്പം നസീഹത്തും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന കുറച്ച് മസാലകൾ പറയാം. അതിനപ്പുറത്തേക്കില്ല. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മ അല്ലാഹു കബൂലാക്കട്ടെ. ഞാനിപ്പോ ഇന്ന് തറാവീഹിന്റെ ഒരു ലഘുപാഠം നടന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടെ പറയാം. വിത്ർ നമസ്കരിക്കുമ്പോൾ എപ്പോഴും അവസാനത്തെ 3 റക്അത്തിലേക്ക് എത്തുമ്പോൾ, ബാക്കിയുള്ളതിലേക്ക് എന്നും നിങ്ങൾ ഒതുക്കും, വിഷയമൊന്നുമില്ല. അവസാനത്തെ 3 റക്അത്തിലേക്ക് എത്തുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അത് പൂർത്തിയാക്കി തന്നെ ഓതാം. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അങ്ങനെ തന്നെ ഓതാം. ശക്തിമത്തായ സുന്നത്താണ്, അത് ഒഴിവാക്കരുത്. അതിലൊന്നും ഉടായിപ്പെടുക്കരുത്, തരികിട കാണിക്കരുത്. ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് അങ്ങനെയല്ല, അതാ 3 തന്നെ ഓതണം എന്നല്ല. ശാഫിഈ മദ്ഹബിൽ ഇമാമികൾ പഠിപ്പിക്കുന്നുണ്ട്, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅലയോടൊപ്പം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ സുന്നത്താണ്. ഒന്നാമത്തെ റക്അത്ത് അങ്ങനെ നമസ്കരിക്കാം. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ നമസ്കരിക്കുന്നവർ അങ്ങനെ നമസ്കരിച്ചു. ഇനി അതല്ല വീട്ടിലൊക്കെ നമസ്കരിക്കുന്നവർ സൂറത്തുൽ അഅലയോടൊപ്പം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂനോടൊപ്പം വീണ്ടും ഒരു ഖുൽ ഹുവല്ലാഹു ഓതി. മൂന്നാമത്തേൽ ഒരു ഖുൽ ഹുവല്ലാഹു ഓൾറെഡി വരുന്നുണ്ട്. എന്തിനാ അങ്ങനെ പഠിപ്പിക്കുന്നത്? 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ എന്തായി? ഖുർആൻ പൂർണ്ണമായി ഓതിയ പ്രതിഫലമാണ്. രാത്രിയിൽ ഏറ്റവും അവസാനം നമസ്കരിക്കുന്നതാണല്ലോ വിത്ർ. അതിൽ ചിലർക്ക് സംശയമാണ്, എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്? തറാവീഹ് കഴിഞ്ഞ് ഉടനെ നമസ്കരിക്കണോ, അതല്ല രാവിലെ സുബഹി കഴിഞ്ഞ് നമസ്കരിക്കണോ? ഇങ്ങനെ രണ്ടും നമസ്കരിച്ചതാകുന്ന ഖലീഫമാരുണ്ട്. ഒരു വിഭാഗം ഖലീഫമാരും മഹത്തുക്കൾ തന്നെ സ്വഹാബത്ത് തന്നെ എപ്പോൾ നമസ്കരിച്ചിട്ടുണ്ട്, തറാവീഹ് കഴിഞ്ഞ് ഉടനെ നമസ്കരിച്ചവരുണ്ട്. അതല്ല, വിത്ർ ഏറ്റവും അവസാനമാക്കേണ്ടതാണല്ലോ എന്ന് കരുതി അത്താഴ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമസ്കരിച്ചവരും ഉണ്ട്. ഏറ്റവും നല്ലത് നേരത്തെ നമസ്കരിക്കല. കാരണം ഈ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് എന്താ ഉറപ്പ്? ചിലപ്പോൾ മരിച്ചുപോയി നിസ്കരിച്ചോണ്ട് വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഏറ്റവും നല്ല തറാവീഹ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമസ്കരിക്കാം. രാവിലത്തെ മസാല പറഞ്ഞാലും അതി പിടിച്ചിട്ട് ഉള്ളത് കൂടി ഇല്ലാതാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ദ്വാരക്കല്ലേ ചൂടുണ്ട് ഇവിടെ, എല്ലാ ചൂടുള്ളതുകൊണ്ട് നമുക്ക് നീട്ടാൻ പറ്റും. അടുത്ത പ്രാവശ്യം വരെ AC ഉള്ളടത്ത് പിടിക്കാം, അല്ലേ? അതാകുമ്പോ നല്ല റാഹത്തോട്ട് ഉറങ്ങാൻ. ഇതിപ്പോ ഉറക്കം കൂടി ശരിയാകും, തൂങ്ങി ഉറക്കം ആണോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ യഥാർത്ഥത്തിൽ ശനിയാഴ്ച ഉദ്ദേശമല്ല, നാളെ പരിപാടി നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ തൊടിയൂർ സാർ